15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതൂസ് സ്റ്റഡി അബ്രോഡ്. ശിക്കാരി ശംഭു 12th വരെ ശിക്കാരി ശംഭു വേറൊന്നല്ല കേട്ടോ. എന്നെ ഇപ്പോഴും ചെല്ലുമ്പോ കല്യാണി എന്ന് വിളിക്കും സുദീപാത്മികം. അത് കഴിഞ്ഞ എല്ലാരും പറയണ പുലി പുലിന്ന്. എന്റെ മോളവിടെ സ്കൂളിലൊക്കെ ചെന്ന് എന്റെ അമ്മ പുലിയാ. ശിവതയെ കുറിച്ച് ആലോചിക്കുമ്പോ അവരുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് മഴ എന്ന് പറയുന്ന ഒരു ആൽബമാണ്. നമ്മൾ ചിലപ്പോ ഭക്ഷണം കഴിക്കാനൊക്കെ വല്ലയിടത്തും പോകുമ്പോൾ നമ്മുടെ നാട്ടിലിട്ടോ ചിലപ്പോ ആ പാട്ടൊക്കെ ഇടും. ആൾക്കാർ നമ്മൾ റെക്കഗ്നൈസ് ആ മഴ പെയ്തൊരു സുഖം. ഒരു 1.5 കൊല്ലം ഒന്നും ചെയ്യാനില്ല. 2011 ഇത് ചെയ്തു, ഓഡിഷൻസ് കൊടുക്കുന്നു, ഒന്നും ഇതാവാനില്ല. അവസാനം എന്നാ കെട്ടിച്ച് വിട്ടാലും ഇതിന് അങ്ങനെ. കാരണം നമ്മളൊരു മറ്റേ റിബലിന്റെ അങ്ങ് വേർജിൽ വരെ എത്തി. അപ്പൊ എന്തായിരുന്നു മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു? എനിക്ക് സിനിമയിലേക്ക് ഈ പറഞ്ഞ പോലെ ഡോറ് കുറ്റിട്ട് ശിവതയ്ക്ക് ന്യൂമറോളജിയിൽ കുറച്ചധികം വിശ്വാസമുള്ള കൂട്ടത്തിലാണോ? അങ്ങനെയാണോ ശിവതയ്ക്ക് 2 S വന്നത്? തമിഴിലൊക്കെ ചെല്ലുമ്പോ ശിവഡ എന്നൊക്കെ വിളിക്കും. ചില സമയത്ത് പറയുന്നില്ല ശവദ എന്നൊക്കെ വിളിച്ച ആൾക്കാരുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ജാതകം നോക്കി കല്യാണം കഴിച്ചാണോ? അങ്ങനെയല്ല, പ്രേമിച്ചതാണ്. പക്ഷെ ജാതകം നോക്കി വന്നപ്പോ ഭീകര പൊരുത്തവും എന്തൊക്കെയോ യോഗങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ജോൽസിനെ വീണ്ടും കണ്ടായിരുന്നു. പക്ഷെ കല്യാണം ഫിക്സ് ചെയ്തു, ഓഡിഷൻ കൊടുക്കുന്നു, ഓഡിഷൻ കിട്ടുന്നു, ഷൂട്ട് ചെയ്യുന്നു, പടം റിലീസാവുന്നു. December 15 കല്യാണം. ഞാൻ കല്യാണത്തിന് വിളിക്കുന്ന ആൾക്കാർ മൊത്തം ഇപ്പൊ പടം ഇങ്ങനെ നിൽക്കുമ്പോ കല്യാണം കഴിക്കണോ? ഇതേ സ്ഥാനത്ത് ഭർത്താവിന്റെ പ്രതികരണം എങ്ങനെയാണ്? ഇങ്ങനെ ആ കൈ എന്താ ചെയ്യണ്ടേന്ന് അറിയില്ലല്ലേ. ഞാൻ പറയുന്നത് എന്റെ പുറത്തുള്ളതിനേക്കാളും കൂടുതൽ ക്രിറ്റിസിസം വീട്ടില്ല. പക്ഷെ നെക്സ്റ്റ് ടൈം അവിടെ പോയിരിക്കുമ്പോ ആ ഹസ്ബൻഡിന്റെ മുഖം, മോളുടെ മുഖം, എന്റെ അമ്മയുടെ മുഖം, ഞാൻ പറയും പുറത്തേക്ക് ഇറങ്ങണ്ട, എന്നെ ട്രോളി നശിപ്പിക്കാൻ എന്റെ വീട്ടിൽ തന്നെ ആൾക്കാരുണ്ട്. പോണ സമയത്ത് ഒരു ശിനുക്കം ഉണ്ടാവും. പക്ഷെ പോയി കഴിയുമ്പോ അവിടെ മറ്റേ പഠിക്കണ്ട 10 ദിവസം സ്കൂളിൽ പോകണ്ട, എന്റെ മുഖത്തോട്ട് വെള്ളം എറിയുന്നതും അങ്ങനെ കുറച്ച് സീക്വൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇവളുടെ മുഖം അങ്ങ് മാറി. അന്ന് ഇവിടെ കണ്ടോണ്ടിരിക്കുകയാണോ കുഞ്ഞിന്റെ മുഖം മാറുന്നത്? അപ്പൊ അവള് വന്ന് എനിക്കൊരു ഹഗ് വന്ന് കുറച്ചേരം അവിടെ ഇരുന്നു. 1-2 വയസ്സുള്ളപ്പോ. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. എപ്പോഴും ചിരിച്ച മുഖത്തോടെ കാണപ്പെടുന്ന ശിവതയാണ് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ്. ശിവത, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞാനിന്ന് ഇങ്ങോട്ട് ഇന്റർവ്യൂ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താന്ന് പറയട്ടെ? അതായത് ശിവതയെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവരുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് മഴ എന്ന് പറയുന്ന ഒരു ആൽബമാണെന്ന്. ആ ആൽബം ചിലപ്പോൾ പേര് പറഞ്ഞ ആൾക്കാർക്ക് ഓർമ്മ വരില്ലായിരിക്കും. 2 പേര് ശിവത പാടിക്കൊടുത്തു കഴിഞ്ഞാൽ അത് വേണ്ടോ, ആ പാട്ടിനോടുള്ള തന്നെ പോവും. എങ്കിൽ ഒന്ന് പറഞ്ഞു എന്തോ മൊഴിയുവാൻ ഉണ്ടാകും ഈ മഴയ്ക്ക് എന്നോട് മാത്രമായല്ലേ. അത് ശരിക്കും അതെങ്ങനെയായിരുന്നു അങ്ങനെ ഒരു ആൽബത്തിലേക്ക് എത്തിയത്? അതായിരുന്നു സിനിമയിലേക്കുള്ള വഴി തുറന്നത്? ഇല്ല, ഞാൻ ആക്ച്വലി VJ ആയിരുന്നു. എന്റെ ഷോയിലായിരുന്നു മിക്ക പടങ്ങൾ റിലീസ് ആകുമ്പോഴും ഡയറക്ടറും അതുപോലെ കാസ്റ്റ് ആൻഡ് ക്രൂ വന്നിരിക്കുന്നത് നമ്മുടെ ഷോ ആയിരുന്നു. അങ്ങനെ അവരെ കണ്ടുകൊണ്ട് അവർ ഇന്റർവ്യൂ എടുത്ത് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞിട്ടപ്പോൾ എനിക്ക് തോന്നി കൊള്ളാലോ സംഭവം, ഒന്ന് ട്രൈ ചെയ്ത് അങ്ങനെ പിന്നെ ഓഡിഷൻസ് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ്. ശിവതയ്ക്ക് ന്യൂമറോളജിയിൽ കുറച്ചധികം വിശ്വാസമുള്ള കൂട്ടത്തിലാണോ? എനിക്ക് വിശ്വാസമില്ലായിരുന്നു, എന്റെ ഡയറക്ടറിന് ഭയങ്കര വിശ്വാസം. അങ്ങനെയാണോ ശിവതയ്ക്ക് 2 S വന്നത്? നമ്മൾ ശിവദ എന്ന് പറയുമെങ്കിലും D ആണ്. അപ്പൊ തമിഴിലൊക്കെ ചെല്ലുമ്പോ ശിവഡ എന്നൊക്കെ വിളിക്കും. ചില സമയത്ത് പറയുന്നില്ല അതേമേ ശവദ എന്നൊക്കെ വിളിച്ച ആൾക്കാരുണ്ട്. അപ്പൊ ഞാനിങ്ങനെ എന്നെ തന്നെയാണ്. അല്ല, അത് ആക്ച്വലി തമിഴിന് വേണ്ടിയിട്ട് അവർ പേര് മാറ്റണം എന്ന് പറഞ്ഞു. ഫാസിൽ സാറിന്റെ പടം ചെയ്തപ്പോ തന്നെ മാറ്റണം എന്ന് പറഞ്ഞപ്പോ എനിക്ക് വലിയ ഇതുണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയുടെ പേര്, പിന്നെ ഇത് എന്തിതാ സമ്മതിക്കില്ല, മാറ്റിയാൽ നല്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോ അപ്പൊ ആയിത്തോടെ ഓക്കെ ശരി. അപ്പൊ അങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരാളെ പോയി കണ്ട് അങ്ങനെ ചെയ്ത. അതുവരെ ഫാസിൽ സാറിന്റെ പടം ചെയ്യുമ്പോഴും ഈ ആൽബം ചെയ്യുമ്പോ ഒക്കെ ശ്രീലേഖയായിരുന്നു. അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ ചിലപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അവർ ഭയങ്കര ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് കിട്ട പേരായിരിക്കില്ലേ ശ്രീലേഖ എന്ന് പറയുന്നത്? അവരല്ലെങ്കിലും ശ്രീലേഖ എന്ന് തന്നെ വിളിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് അവർക്ക് അമ്മയായിരുന്നു കൂടെ വന്ന പേര് മാറ്റിയ സമയത്ത്. അപ്പൊ അവര് പറഞ്ഞു ഒഫീഷ്യലി മറ്റേ കാതിലൊക്കെ പേര് കുഞ്ഞുങ്ങൾക്ക് പേരിടുന്ന പോലെ. എന്നിട്ട് അവസാനം സുബ്രഹ്മണ്യന്റെ അമ്പലത്തിൽ പോയി കാതിൽ അമ്മയാ പേരിട്ടുന്ന. അമ്മ പറഞ്ഞു മര്യാദയ്ക്ക് ഒരു പേര് വെച്ച് തരാം. പക്ഷെ അമ്മയ്ക്കും ശിവത കുറച്ചുകൂടെ ഇഷ്ടമാന്ന് തോന്നുന്നു. പിന്നെ ഒരു യുണീക്ക് പേരാന്ന് തോന്നുന്നല്ലേ? അങ്ങനെ ഒരുപാട് തൊങ്ങലൊന്നും ഇല്ല. പക്ഷെ അങ്ങനെ ഈ ആസ്ട്രോളജി ഒക്കെ നോക്കി ചെയ്ത അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഓർമ്മയിലുണ്ടോ? കല്യാണം ജാതകം നോക്കി കല്യാണം കഴിച്ചാണോ? അങ്ങനെയല്ല, പ്രേമിച്ചതാണ്. പക്ഷെ ജാതകം നോക്കി വന്നപ്പോ ഭീകര പൊരുത്തവും എന്തൊക്കെയോ യോഗങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ജോൽസിനെ വീണ്ടും കണ്ടായിരുന്നു.
ഇതേവേ എന്നെ മിക്കാറ് എന്റെ അച്ഛനമ്മമാരും ഇവിടെ നിന്ന് ഓടിച്ചിടുവോ? ഇല്ല, ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. മുരളിയുടെ വീട്ടിൽ ഭയങ്കര നിർബന്ധമായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ വലിയ ഇതില്ലായിരുന്നു. അപ്പോ നോക്കിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇത്ര സംഭവങ്ങൾ ഉണ്ടെന്നില്ല. പക്ഷെ അതൊക്കെ എനിക്ക് തോന്നുന്നു ഓക്കെ കറക്റ്റാന്ന് തോന്നുന്നു. അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ജീവിതത്തിലേക്ക് കുറെ കാര്യങ്ങൾ വന്നു. മലയാളം ഒരുപാട് സിനിമകൾ അഭിനയിച്ചു, മലയാളികൾ എല്ലാവരും അറിഞ്ഞു. അങ്ങനെ തമിഴിലും എത്തി, മറ്റു ഭാഷകളിലേക്കും എത്തുന്നു എന്നൊക്കെ അറിഞ്ഞു. അതെന്താ, മലയാളത്തിൽ നിന്ന് പോവാണോ? അങ്ങനെയല്ല, മലയാളത്തിൽ സ്ക്രിപ്റ്റ് കേൾക്കണുണ്ട്. പക്ഷെ അറിയില്ല, തമിഴും പിന്നെ തെലുങ്ക് ഒരു പ്രോജക്റ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എത്തിയിട്ടില്ല, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതെന്താണെന്ന് നമുക്കറിയാം. അതെങ്ങനെ തമിഴിലേക്ക് പോയതിനിടയിൽ ഫാസിൽ സാറിന്റെ നായിക എന്നുള്ളൊരു ടാഗ് ലൈൻ ഉണ്ടല്ലോ, അത് എവിടെ ചെന്നാലും ആൾക്കാർ അത്രയധികം ഇതായിട്ട് ഫാസിൽ സാറിനെ കാണുന്നത്. പ്രത്യേകിച്ചും തമിഴിലെ ആൾക്കാർ എന്നെ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫാസിൽ സാറിന്റെ നായിക. അപ്പൊ എന്നെ ഓഡിഷന് വിളിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുണ്ട്, ഫാസിൽ സാറിന്റെ നായികയാണ്. അവർ ഓൾമോസ്റ്റ് ഒരു 100-150 പേര് ഓഡിഷൻ ചെയ്തിട്ട് ശരിയാവാങ്ങിയിട്ട്, അപ്പൊ ഫാസിൽ സാറിന്റെ നായികയാണ്, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്തെങ്കിലും ഇല്ലാണ്ട് സാർ എടുക്കില്ല. അങ്ങനെ ഓഡിഷൻ എന്ന് വെച്ചാൽ ഒരു ഓഡിഷൻ അല്ല, ഒരു 10-20 ദിവസം അങ്ങോട്ട് നീണ്ടുപോയി. ആ ഓഡിഷനോ ഒരു തവണ വിളിച്ചു, കുറച്ച് സീൻസ് തന്നെ എടുത്തു. അപ്പൊ അവർക്ക് ഒരു ഓക്കെയാന്ന് പറഞ്ഞപ്പോ പിന്നെ വേറെ ദിവസം അവരൊരു ടീ കട പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായി. അവിടെ ഹീറോനെയും വിളിച്ച് ഞങ്ങൾ രണ്ടുപേരെ കൊണ്ട് ഒരു സീൻ ഒന്ന് ചെയ്യിപ്പിച്ച് നോക്കി. 3-ാമത്തെ ദിവസം കോസ്റ്റ്യൂം വെച്ചിട്ട്, പിന്നെ എനിക്ക് മേക്കപ്പ് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വണ്ണം വെക്കണം എന്ന് പറഞ്ഞു. അതിന് കുറച്ച് സമയം എടുത്തു. എന്നിട്ട് മേക്കപ്പ് സെറ്റ് ചെയ്യാനായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോഴും 2012 നടന്ന കാര്യമാണ്. എല്ലാ ദിവസവും ഓരോ മേക്കപ്പ് മാൻമാരും എന്നെ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്ത് കാണിക്കും. സാറിന് ഇഷ്ടപ്പെടില്ല, എന്നുകൊണ്ട് വെയിലത്ത് നിന്ന് 2 ഷോട്ട് എടുക്കുമ്പോൾ ഇഷ്ടപ്പെടില്ല. വീണ്ടും അടുത്ത ആള്. അവസാനം ആയി കഴിഞ്ഞപ്പോൾ അന്ന് മേക്കപ്പ് എന്താണെന്നല്ല, ആരും വിളിച്ചാലെങ്കിൽ ഇരുന്ന് കൊടുക്കും മേക്കപ്പ്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മുഖത്തേക്ക് വെള്ളം ഒഴിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് സ്കിന്ന് മൊത്തം പൊട്ടിയിട്ട്. പിന്നെ ഞാൻ അവസാനം ഒരാൾ സെറ്റായി, ഓക്കെ ആ സാർ ഓക്കെ ആന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തതാണ്. ആ പടം കഴിഞ്ഞിട്ട് എന്നെ മലയാളത്തിൽ രഞ്ജിത് ശങ്കർ സാറ് സുധിക്ക് വിളിക്കുന്നത്. ആ പടം കണ്ട് രഞ്ജിത് സാറിന്റെ അസോസിയേറ്റ് ജീവൻ ചേട്ടൻ റെക്കമെൻഡ് ചെയ്തിട്ടാണ് വിളിക്കുന്നത്. അങ്ങനെ ആദ്യമായി സ്ക്രീനിങ് നടത്തിയ വിഷ്വൽ ചെയ്യാൻ പറഞ്ഞ കാര്യം എന്താന്ന് ഓർമ്മയുണ്ട്? കുറേ ഓഡിഷൻ കൊടുത്തിട്ടുണ്ട്, ഒരുപാട്. ഞാൻ സക്സസ്ഫുൾ ആയ ഓഡിഷൻ ഓർത്തിട്ട് പറഞ്ഞു. അത് ചിലപ്പോ ഫാസിൽ സാറിന്റെ പറയേണ്ടി വരും. അതിന് ഞാൻ കുറെ കൊടുത്തിട്ടുണ്ട്. പേര് പറഞ്ഞാൽ ചിലപ്പോ നിങ്ങളൊക്കെ ഞെട്ടും. അതുപോലെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ നീലതാമരയ്ക്ക് കൊടുത്തിരുന്നു, പാലരിമാണിക്യത്തിന് കൊടുത്തിരുന്നു. അവസാനം രണ്ടും എനിക്ക് വർക്കൗട്ട്, എനിക്ക് നമുക്കറിയാലോ അതിൽ അവരെ കാണാൻ എന്ത് രസമായിട്ടായിരിക്കും. അപ്പൊ അതെനിക്ക് സെറ്റായില്ല. അവസാനമാണ് രഞ്ജിത്ത് സാറിന്റെ മറ്റേ മമ്മൂക്കയുടെ കൂടെയുള്ള നമ്മുടെ 10 കഥകളുണ്ട് കേരള കഥ. അപ്പൊ രഞ്ജിത്ത് സാറ് പ്രൊഡ്യൂസ് ചെയ്ത് ലാൽ ജോൽ സാറ് സംവിധാനം ചെയ്ത ചിത്രത്തിലേക്ക് ആദ്യമായിട്ട് വരുന്നത് അങ്ങനെയാണ്. പക്ഷെ അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളിങ്ങനെ ഓഡീഷനിലൊക്കെ വിളിച്ചിട്ട് നമ്മൾ സെലക്ട് ആവുന്നില്ല എന്ന് പറയുമ്പോ മനസ്സിൽ കൂടെ എന്താ പോകുന്നത്? അപ്പൊക്കെ സങ്കടമായിരുന്നു. ഇപ്പോഴും ഓഡിഷൻ കൊടുക്കുന്നുണ്ട്, ഇപ്പോഴും ഇത്ര ഇതായിട്ടും ഇപ്പോഴും ഞാൻ ഓഡിഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താ ഒരു സങ്കടമുണ്ടോ? ഇല്ല, സങ്കടമില്ല. സ്വന്തമായിട്ട് കരഞ്ഞു തീർക്കുന്ന അങ്ങനെ എന്തെങ്കിലും അപ്പുറത്തെ റൂമിൽ പോയി കഥ ബാത്റൂമിൽ വെള്ളം നിറച്ചു വെച്ചിട്ട്? ഇല്ല, ചില സമയത്ത് നമ്മൾ കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുന്ന സാധനം ചിലപ്പോൾ കിട്ടില്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി ഉണ്ടല്ലോ, ചില പ്രോജക്ട്സ് എനിക്ക് പോയിട്ടുണ്ട്. ഞാൻ ക്യാരിങ് ആയിരിക്കുന്ന സമയത്ത്, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, വലിയ പ്രോജക്റ്റ് തമിഴിൽ നമ്മൾ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സൂപ്പർ സ്റ്റാർസിന്റെ കൂടെ പ്രോജക്റ്റ് 2 പോയിട്ടുണ്ട്. ഞാൻ പേര് പറയുന്നില്ല. പക്ഷെ ഇപ്പൊ അത് ആലോചിക്കുമ്പോൾ ഇറ്റ് വാസ് സംതിങ് ബെറ്റർ. കാരണം ഞാൻ എപ്പോഴും വിചാരിക്കും എനിക്കുള്ള കാര്യങ്ങളാണെങ്കിൽ എനിക്ക് തന്നെ വന്നു ചേരും. അല്പം വൈകിയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ഡെസ്റ്റിനി ഉണ്ടെങ്കിൽ ഞാൻ വന്നു ചേരും. അപ്പൊ അത്രയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അയ്യോ ആ പ്രോജക്റ്റ് എനിക്ക് മിസ് ചെയ്യാം, അത് ചെയ്തിട്ട് കാര്യമില്ല. അത് വേറൊരാൾ നല്ല ഭംഗിയായിട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞു, ഇനിയിപ്പോ നമ്മൾ റിപ്പീറ്റ് ചെയ്തൊരു കാര്യമില്ലല്ലോ. വിഷമം തോന്നാറുണ്ട് ആദ്യമൊക്കെ റിജക്ട്. കാരണം 1-2 അല്ല, കുറെ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ഓഡിഷൻസ് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിലും ഭയങ്കര പ്രതീക്ഷയായിരിക്കും, പക്ഷെ ചിലപ്പോൾ പടം നിറക്കില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യത്തെ സമയങ്ങളിൽ വരാൻ ട്രൈ ചെയ്യുന്ന സമയത്ത്. പിന്നെയാണ് ഫാസിൽ സാറിന്റെ കൊടുത്ത് അതിൽ കിട്ടി, പക്ഷെ പടം ക്ലിക്ക് ആയില്ല. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ട്, എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു ഗ്യാപ്പാണ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജോലി കിട്ടി 2 എവിടെയാന്ന് പറഞ്ഞാൽ അതിനും ചിലപ്പോൾ തല്ലു കിട്ടും. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന 2 സ്ഥലത്ത് ജോലി കിട്ടി. IT-യിൽ ജോലി കിട്ടിയിട്ട് പോയില്ല. അതെന്താ പോവാന്? ഇല്ല, അങ്ങനെയില്ല. എന്നെ വീട്ടിൽ നിന്ന് പറപ്പിച്ചേനെ. അല്ല, ഞാൻ ജോലിക്ക് വേണ്ടിട്ട് ഞാനും ചേട്ടനും കൂടെ ബാംഗ്ലൂരിന് ഇവിടെ ചാലക്കുടി വരെ എത്തി. ഇത് പങ്കമാലിയാണ്. ചാലക്കുടി വരെ എത്തി. അവിടെ നിന്ന് ഒരു മെയിൽ വന്നു, എനിക്ക് 2 ദിവസം കഴിഞ്ഞ് ജോയിൻ ചെയ്താൽ മതി. ആ 2 ദിവസം എന്റെ പേറ്റ് മൊത്തം മാറ്റി. കാരണം അച്ഛനും അമ്മയും അങ്ങോട്ട് ബാംഗ്ലൂരായിരുന്നു ഇന്റർവ്യൂ. ഒരു IT ഫേം ഇന്റർവ്യൂ അല്ല, ജോലിക്ക് കയറേണ്ടത് ബാംഗ്ലൂരായിരുന്നു. അപ്പൊ ചെറിയൊരു ഡിലേ വന്നപ്പോ
ഞാൻ പോയിട്ട് തിരിച്ച് അവിടെ നിന്ന് ഒരു ബിരിയാണി ഒക്കെ കഴിച്ച് ഞങ്ങൾ അപ്പോൾ തന്നെ തിരിച്ചു നടപടി ആയില്ല. പിന്നെ അതെന്താ അപ്പൊ എന്തുകൊണ്ടാ? ഇല്ല അങ്ങനെയില്ല, എനിക്ക് ഒന്നുകൂടെ ഡാൻസ് പഠിപ്പിക്കണം, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ കോളേജിൽ കയറണം, ഇതാ മൈൻഡിലുണ്ടായിരുന്നു. 24 മണിക്കൂർ ഇരുന്ന് കുത്തിപ്പിടിച്ചിരുന്ന ലാപ്ടോപ്പിന്റെ ഫ്രണ്ടിൽ. എനിക്ക് അറിയില്ല പിന്നെ ഞാൻ എന്തിനാ ഇന്റർവ്യൂ കൊടുത്ത്. എന്നെ വീട്ടിൽ പറയാറുള്ളത് രണ്ടുപേരെ ജോലിയുടെ ഓപ്പർച്യൂണിറ്റി കൂടെ കളഞ്ഞു, സത്യമാണ്. പക്ഷെ എന്നാലും എനിക്ക് അറിയില്ല ആ സമയത്ത് നമുക്ക്. അപ്പൊ അവിടെ ചെന്നിട്ടാണോ വീട്ടുകാരോട് പറഞ്ഞത് എനിക്ക് ജോലി വേണ്ടെന്ന്? ഇല്ല, അടുത്ത മെയിൽ വന്നപ്പോ ഞാൻ പറഞ്ഞില്ല, ഇടുക്കിയാണല്ലോ. ജോയിനിങ് മെയിൽ പറഞ്ഞപ്പോ പറഞ്ഞില്ല, കാരണം അച്ഛനത് ആ സമയത്ത് എന്തോ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിലായിരുന്നു. ഞാൻ പറഞ്ഞില്ല എനിക്ക്, കാരണം ഫാസിൽ സാറിന്റെ പടം ചെയ്തു, ജോലിക്ക് കേറിയില്ല, എന്ത് ചെയ്യും എന്നുള്ള ഇതായിരുന്നു. ആ ഒരു സമയം എനിക്ക് തോന്നുന്നു കുറെ പേർക്ക് ഉണ്ടാവും, നമ്മളിൽ കുറെ പേര് പറഞ്ഞിട്ടുണ്ടാവില്ല. സിനിമയാണ്, ഭയങ്കര അൺസർട്ടൺ ആണ്, ഭയങ്കര അൺസർട്ടൺ ആണ്. ഫസ്റ്റ് പടം ഫ്ലോപ്പ് പോയി, ഒന്നും ശ്രദ്ധിക്കപ്പെട്ടില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്തുണ്ടല്ലോ ഒരു 1.5 കൊല്ലം ഒന്നും ചെയ്യാനില്ല. 2011 ഇത് ചെയ്തു, ഓഡിഷൻസ് കൊടുക്കുന്നു, ഒന്നും ഇതാവാനില്ല. അവസാനം എന്നാ കെട്ടിച്ച് വിട്ടാലോ ഇതിന് അങ്ങനെ, കാരണം നമ്മളൊരു മറ്റേ റിബലിന്റെ അങ്ങ് വേർജിൽ വരെ എത്തി. ചേച്ചിയായിരുന്നു പോക്കറ്റ് മണി തന്നുകൊണ്ടിരുന്നത്, ചേച്ചി അമ്മയും. എന്നിട്ട് അച്ഛനിരുന്ന് പറയായിരുന്നു ഇവൾക്ക് ഇത്രയും പൈസ അങ്ങോട്ട് കൊടുത്ത് പഠിപ്പിച്ചു, എന്നാ ജോലി കിട്ടിയിട്ട് വീണ്ടും, അങ്ങനത്തെ ഒരു സമയമായിരുന്നു കേട്ടോ. പക്ഷെ അത് കഴിഞ്ഞപ്പോ എനിക്ക് സാറിന്റെ ഓഡിഷൻ. അപ്പൊ എന്തായിരുന്നു മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു? എനിക്ക് സിനിമയിലേക്ക് തന്നെ ഈ പറഞ്ഞ പോലെ ഡോറ് കുറ്റിട്ട് ഇല്ല. പക്ഷെ എനിക്ക് എവിടെയോ എനിക്ക് മൈൻഡിലുണ്ടായിരുന്നു, ഇൻ കേസ് അത് സെറ്റ് ആയില്ലെങ്കിൽ ഞാൻ പോയി ഡാൻസ് ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഡാൻസ് ക്ലാസ് ഇടാം, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ക്ലിക്കാം. പിന്നെ ഇങ്ങനെ ഒരാളുള്ളതുകൊണ്ട് എന്തായാലും കല്യാണം ഇയാളെ കഴിക്കുള്ളൂ എന്ന് അറിയുന്നുണ്ട്, ഒരു തീരുമാനം ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. വീട്ടുകാരോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അല്ല, അച്ഛനും അമ്മയ്ക്കും അറിയായിരുന്നു, അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കാ. ഞാൻ ആദ്യം പറഞ്ഞ അവരോട് ഇങ്ങനെ ആളുണ്ട് എന്നുള്ളത്. അപ്പൊ അദ്ദേഹം സിനിമയിലാണ്, അവിടെയായിരുന്നു ട്വിസ്റ്റ്. അദ്ദേഹം ഒരു പടം ചെയ്തു, ആ പടം എങ്ങോട്ടും എത്തിയില്ല. അവസാനം രണ്ടുപേരും ഇങ്ങനെ ആയിരുന്നു, നടപടി ആവില്ല എന്ന് 2 പേരൻസും കൂടെ തീരുമാനം എടുത്ത് മുരളി അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് മുരളി ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ബിസിനസ് ഒരു കാര്യമൊക്കെ എത്തിയപ്പോഴാണ്. അപ്പോഴത്തേക്കും പക്ഷെ മനസ്സിന്റെ ഉള്ളൊരു ആഗ്രഹം ഉണ്ട് കേട്ടോ. നമ്മൾ പറയില്ല എപ്പോഴും സീക്രട്ട് ഫോളോ ചെയ്യുന്നത്, അത് സത്യമാണ് കേട്ടോ. എന്റെ കാര്യത്തിൽ എന്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ തമിഴ് ചെയ്ത് ഹിറ്റായി, പക്ഷെ നമ്മൾ ഈ തമിഴ് പടങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പോസ്റ്റർ കാണുന്നില്ല, ഇവിടെ റിലീസ് ആവട്ടെ. എനിക്ക് ആരെ വെച്ച് പ്രൂവ് ചെയ്യാൻ, ഇവിടെ എവിടേക്കോ പോയി അവിടെ നിന്ന് പടം ചെയ്യണമെന്ന് പറഞ്ഞു പോകുന്നു, 3-4 മാസം കഴിയുമ്പോൾ തിരിച്ചു വരുന്നു, പക്ഷെ ഒരു പോസ്റ്റർ കാണുന്നില്ല. അന്നും ഈ സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് അല്ലല്ലോ. അപ്പൊ വീട്ടിൽ പറഞ്ഞു പിന്നെ കല്യാണം കഴിപ്പിച്ച് വിടാന്ന് പറഞ്ഞപ്പോഴാണ് മൈൻഡിലൊരു സാധനം ഉണ്ടായിരുന്നു, ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, മലയാളത്തിൽ ഒരു റെക്കഗ്നിഷൻ കിട്ടിയിട്ട് കല്യാണം കഴിക്കും, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. പക്ഷെ കല്യാണം ഫിക്സ് ചെയ്തു, November 9th ഇതെന്ന് പറഞ്ഞു. ഫിക്സ് ചെയ്ത് നിശ്ചയം എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞപ്പോഴാണ് രഞ്ജിത്ത് സാറിന്റെ ഓഡിഷൻ വരുന്നത്. ഓഡിഷൻ കൊടുക്കുന്നു, ഓഡിഷൻ കിട്ടുന്നു, ഷൂട്ട് ചെയ്യുന്നു, പടം റിലീസ് ആവുന്നു. പടം November 19 റിലീസ് ആവുന്നു. എന്റെ നിശ്ചയം November 9 ആയിരുന്നു. December 15 കല്യാണം. ഞാൻ കല്യാണത്തിന് വിളിക്കുന്ന ആൾക്കാർ മൊത്തം ഇപ്പൊ പടം ഇങ്ങനെ നിൽക്കുമ്പോ കല്യാണം കഴിക്കണോ, കല്യാണം കഴിക്കാം. അവസാനം അത് കഴിഞ്ഞപ്പോ പിന്നെ പക്ഷെ എനിക്ക് തോന്നും, ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ ഡെസ്റ്റിനി, നമ്മളൊരു കാര്യം ആഗ്രഹിച്ചിട്ട് കം ട്രൂ. എങ്ങനെയായിരുന്നു തമിഴൊക്കെ പഠിച്ചപ്പോ? ഞാൻ ജനിച്ചത് അവിടെയാണ്, ട്രിച്ചിയിൽ. അത് ശരി, അപ്പൊ അതുകൊണ്ട് അറിയായിരുന്നു. ട്രിച്ചിയിൽ ജനിച്ചു, പിന്നെ വളർന്നത് ചെന്നൈയും. സ്കൂളിംഗ് കുറച്ചിട്ടാ, ഒരു 5th സ്റ്റാൻഡേർഡ് വരെ അവിടെയായിരുന്നു. പിന്നെ കോളേജും ബാക്കി സ്കൂളിങ്ങും കോളേജും ഒക്കെ ഇവിടെ നാട്ടിൽ ചെയ്തു. പിന്നെ അച്ഛൻ അവിടെ വർക്ക് ചെയ്തു, ചേച്ചി അവിടെ പഠിച്ചു ചെന്നൈ IIT-യിൽ. അപ്പോൾ എനിക്ക് തമിഴ്നാടായിട്ടുള്ള കണക്ഷൻ എപ്പോഴും. ഞാൻ ഷൂട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യമൊന്നും. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാനും അമ്മയും കൂടെ ഇവിടെ നിന്ന് അങ്ങോട്ട് ചേച്ചിനെ കാണാൻ അവിടെ പോയി കുറച്ച് ദിവസം നിൽക്കും, അല്ലെങ്കിൽ അച്ഛന്റെ ക്വാർട്ടേഴ്സിൽ പോയി അവിടെ അങ്ങനെയായിരുന്നു. തമിഴ് വിട്ടുപോയിട്ടേ ഇല്ല. അത് ഓക്കെ ആയിരുന്നു. ഞാൻ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ? കുനിഷ്ഠ ചോദ്യം തന്നെ, കുനിഷ്ഠ മാത്രമേ ഉള്ളൂ. പണിയൊന്നും ഇല്ലെങ്കിൽ ഞാൻ വീട്ടിലിരുന്ന് ഡാഷ് ചെയ്യും, വെറുതെ ഇരിക്കും. ആ പണി ഇല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോ ഞാൻ എന്താ ചെയ്യാറുള്ളതെന്ന് പാട്ട് കേട്ടോണ്ട് വെറുതെ ഇരിക്കും. ആണോ? അങ്ങനെ എത്ര നേരം ഇരിക്കാൻ പറ്റും? എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. പാട്ട് കേട്ട് വെറുതെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യും. എന്നോട് ഭർത്താവ് മിക്കവാറും പറയാറുള്ളതും പക്ഷെ ഞാൻ ചെയ്യാത്തതും ഡാഷാണ്. കുറച്ചു നേരം ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ഒരു അരമണിക്കൂർ എന്നോട് സംസാരിക്കുക. എടാ ഇതെല്ലാം ഇത് ഇന്നലെ കൂടെ എന്നോട് പറഞ്ഞതേ ഉള്ളൂ. ഒരു തിരക്കുകളും ഇല്ല. എന്നെ മറ്റേ അരുന്ധതിയുടെ റൈംസ് വെച്ചിട്ടാ, മറ്റേ വീൽസ് ഓൺ ദ ബസ് എന്ന് പറയുന്നവരും ശിവതയുടെ അടിയിൽ മറ്റേ വീൽസ് വെച്ചോണ്ട് ഇങ്ങനെ ഓട്ടാണ്. ഒരു അരമണിക്കൂർ ഞങ്ങള് അങ്ങനെ വല്ലതും ഉള്ളപ്പോൾ ഞങ്ങൾ ശരിക്കും കാണല് നമ്മളൊരു ടേൺ എടുത്തിട്ടാ. എനിക്ക് ഷൂട്ടുന്ന സമയത്ത് വി ടേക്ക് കെയർ, അരുന്ധതിയുടെ കൂടെ ആരെങ്കിലും ഉണ്ടാവുന്നുണ്ട്. സോ ഞാൻ ഷൂട്ടിന് പോകുമ്പോൾ മുരളി വിൽ ബി ഹിയർ, ഇവിടെ നിന്ന് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യും.
തിരിച്ചു വരുമ്പോ ഞാൻ ഇവിടെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാ. അപ്പൊ ഞങ്ങൾ രണ്ടിനും കണ്ടുമുട്ടാൻ വല്ല ഹോട്ടലില് കഫറ്റീരിയയിലിരുന്ന് അപ്പൊ വേറെ പണിയൊന്നുമില്ല. അപ്പൊ ഫോണൊക്കെ മാറ്റിച്ച് പറഞ്ഞോളൂ. ഓ, അങ്ങനെ ഒരു ഐഡിയ ഉണ്ടല്ലേ. ഇത് ഇന്നലെയും കൂടെ ഞാൻ കേട്ടതേ ഉള്ളൂ. ഒരു അരമണിക്കൂർ എനിക്കും കൂടെ എന്താ പറയാനുള്ളത്. ആ കൊച്ചിന് അച്ഛനമ്മേനെ ഏൽപ്പിക്കാം, എന്നിട്ട് രണ്ടുപേരും കൂടെ ഒരു കഫറ്റീരിയയിൽ ഫോണൊക്കെ മാറ്റി വീട്ടിൽ വെച്ചിട്ട് അവിടെ പോയിരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് പറഞ്ഞു. നൈസ്. കൂടെ അഭിനയിച്ചതിൽ ഏറ്റവും ഫണ്ണിയായ നടൻ ഡാഷ് ആണ്. ചേട്ടനും ചാക്കോച്ചനും രണ്ടുപേരും. എങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഓർമ്മയിലുണ്ടോ? ചാക്കോച്ചന്റെ എനിക്ക് ഓർമ്മ, ശിക്കാരി ശംഭുവിന്റെ ഷൂട്ടിന്റെ സമയത്ത് പോകുമ്പോൾ ഞാൻ ഇവര് നമ്മുടെ കോളേജിൽ ഒരാളെ വെച്ച് കളിയാക്കുമല്ലോ, അതുപോലെയായിരുന്നു. മറ്റേ ഫൈസലായിരുന്നു ക്യാമറ. ഫൈസൽ കയറി വെച്ചിട്ട് ഇങ്ങനെ ഞാൻ കയറി വരുമ്പോ തന്നെ ചാക്കോച്ചൻ ഭാഷ എനിക്ക് ഒരു ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് രണ്ടുപേർക്ക് പാട്ടൊക്കെ പാടി പോകാൻ എന്താ എനിക്ക് മനസ്സിലാവുള്ള കാര്യം. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് അവിടെ നിന്ന് വിടി. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ഉള്ളൂ. പിന്നെ ചേട്ടൻ പിന്നെ ഫുൾ ടൈം കൗണ്ടർ ആയിരുന്നു, ചേട്ടന്റെ കൂടെ അഭിനയിക്കുമ്പോ. അതൊക്കെ ഉള്ളു. എനിക്ക് അങ്ങനെ ഭയങ്കര തോന്നുന്നു. ഇപ്പോഴാണ് ഈ കലവിലെ വർത്താനം പറഞ്ഞത്. സെറ്റിൽ പോയ നല്ല കുട്ടിയാണ്, ആരോടും സംസാരിക്കാത്ത നല്ലൊരു കുട്ടി. അതുകൊണ്ട് ആരും എന്റെ അടുത്തോട്ട് അധികം വന്നിട്ടില്ല. ആണല്ലേ? അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ ലൈഫിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കഥാപാത്രം ഡാഷ് ആണ്. സുധീവാത്മിക. ആണോ? അതെന്താ അങ്ങനെ തോന്നാൻ കാര്യം? ഞാൻ മോട്ടിവേറ്റഡ് ആവുന്ന ഇച്ചിരി പാടാണ്, പക്ഷെ ബാക്കിയുള്ളവരെ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കാൻ എനിക്ക് ഇച്ചിരി എളുപ്പമാണ്. ഇപ്പൊ അന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ അല്ലാന്ന് പറഞ്ഞേനെ. കാരണം അന്ന് മറ്റേ എന്താ ജോലിയില്ല കൂലി അതൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. ഇപ്പൊ ചോദിച്ചത് എനിക്ക് തോന്നുന്നു ഞാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് പാടാണ്. ഞാൻ തന്നെ മെനക്കെടണം. പക്ഷെ ബാക്കിയുള്ളവർക്ക് ഒരു ചെയ്ത കൊള്ളാട്ടോ അങ്ങനെയൊക്കെ പറയാൻ സാധിക്കും. അങ്ങനെയൊന്നും ചെയ്യാൻ ഇപ്പൊ എനിക്ക് എളുപ്പമാണ്. വീട്ടുകാർ ഏറ്റവും അധികം കളിയാക്കുന്ന കാര്യം ഡാഷ് ആണ്. എഞ്ചിനീയറിംഗിന് പോയിട്ട് 2 ഡിഗ്രി ആയിട്ട് വന്നു. പ്രത്യേകിച്ച് മുരളിയുടെ ഡിഗ്രി പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല. എന്തിനാ നിന്നെ 4 കൊല്ലം പഠിപ്പിച്ചെന്ന് ഇപ്പോഴും എന്റെ അച്ഛൻ ചോദിക്കുകയാണ്. പക്ഷെ അപ്പൊ അച്ഛനോട് പറയണം, അച്ഛൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ പിള്ളേർ എത്ര രൂപ സാലറി വാങ്ങുന്നുണ്ട്, ഞാൻ എന്റെ കാര്യം നോക്കൂ എന്ന് പറയണം അഭിമാനത്തോടെ. ഞാനാണ് പറഞ്ഞത്. അച്ഛൻ ആക്ച്വലി എഞ്ചിനീയർ ആണ്, ചേച്ചി എഞ്ചിനീയർ ആണ്, ചേച്ചിയുടെ ഹസ്ബൻഡ് എഞ്ചിനീയർ ആണ്. ഒരു എഞ്ചിനീയറിംഗ് കുടുംബമാണല്ലേ? അപ്പൊ എന്റെ അമ്മയ്ക്ക് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡാൻസ് പഠിക്കാൻ പോകുന്നപ്പോ ഇല്ല, ഇവരൊക്കെ എഞ്ചിനീയറിംഗ് കുടുംബം, നീ മാത്രം എന്താ എങ്ങനെയാന്ന് ചോദിക്കും. കല്യാണം കഴിച്ചു വരുന്ന ആള്. അപ്പൊ ഇപ്പൊ കല്യാണം കഴിച്ചത് ഒരു എഞ്ചിനീയറിനെ. അപ്പൊ അച്ഛൻ ആദ്യമൊക്കെ ഭയങ്കര ഇതായിരുന്നു. പക്ഷെ ഇപ്പൊ ആൾക്കാർ വന്ന് അച്ഛൻ്റെ അടുത്ത് ശിവതയുടെ അച്ഛനാണോ എന്ന് ചോദിച്ചിട്ടാണ് പരിചയപ്പെടുന്നത്. കല്യാണത്തിന് മുമ്പ് ഫോട്ടോ അതൊക്കെ കാണുമ്പോൾ അച്ഛൻ ഇപ്പൊ ഫോട്ടോ എടുക്കണോ, ഞാൻ എടുത്തരാം, അങ്ങനത്തെ ഒരു ഇതാണ് മോൾ, അറിയില്ലേ ഇതൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ശരിക്കും ഹാപ്പിയാണ്. കുറെ പേർക്ക് തോന്നിയിട്ടുണ്ടാവും. നമ്മൾ വാഴ സിനിമയിലേക്ക് നടന്ന പോലെ തന്നെ ആദ്യമൊക്കെ അച്ഛന് സപ്പോർട്ട് കുറവല്ല. കാരണം അച്ഛൻ ഞാൻ കാണാൻ എല്ലാ കാര്യങ്ങളും അങ്ങനെ ആട്ടോ. അച്ഛൻ നേരിട്ട് സപ്പോർട്ട് ചെയ്യില്ല. അമ്മയ്ക്ക് പൈസ കൊടുത്തിട്ടാണ് അമ്മ എനിക്ക് പോക്കറ്റ് മണിയും തന്നിരുന്നത്. എനിക്ക് അറിയാം അത് അച്ഛൻ തന്നെ കൊടുത്ത പൈസയാണ് അമ്മ എനിക്ക് തരണേന്നുള്ള. അപ്പൊ അച്ഛൻ നേരിട്ട് സപ്പോർട്ട് ചെയ്യല്ല. പക്ഷെ ആദ്യമൊക്കെ മാക്സിമം ഇത് ചെയ്യും. കാരണം ചേച്ചി ജോലി നീ ജോലിക്ക് ചെയ്യുന്നില്ല ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുമായിരുന്നു അച്ഛൻ. സിനിമ ഇത് ആയില്ലേ, എന്താ നിന്റെ ഉദ്ദേശം, അങ്ങനെയൊക്കെ കുറെ വഴക്ക് ഭയങ്കര ഇങ്ങനെയായിരുന്നു. പക്ഷെ എനിക്കറിയാം പുറകിലുള്ള ഫോഴ്സ് ആ ഒരു ഫോഴ്സ് തന്നെയാണ് എന്നുള്ളത് എനിക്കറിയാം. കാരണം ഇവർ രണ്ടുപേരെന്നെ സപ്പോർട്ട് ചെയ്യണം. അച്ഛൻ പറ്റില്ല എന്നൊരു നോ പ്രോപ്പറായിട്ട് പറഞ്ഞ ഇവർക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സത്യമാണ്. അപ്പൊ അച്ഛൻ അങ്ങനെ വ്യക്തി അവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും പറയല്ലോ നമ്മൾ ഈ സ്നേഹത്തിന് പുറത്ത് പ്രകടിപ്പിക്കാത്ത ആൾക്കാരാണ്. അതുപോലെ തന്നെ പക്ഷെ ഇപ്പൊ അച്ഛനത് കുറച്ചുകൂടെ ആൾക്കാർ എന്നെ വന്ന് ഇത് ചെയ്യുമ്പോഴും അച്ഛനോട് എന്നെ കുറിച്ച് ഒരുപാട് പറയുമ്പോൾ അച്ഛൻ സന്തോഷിക്കാനാകുമ്പോൾ എനിക്ക് ഉള്ളിൻ്റെ ഒരു എന്നെ കുറിച്ച് ഓർത്ത് എന്താവുന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കിൽ നിന്നിരുന്നാണ് ഇപ്പൊ ഹി നോസ് ഐ എം ഹിയർ എന്നുള്ളത് കാണുമ്പോൾ എനിക്കും ഒരു സന്തോഷം. അച്ഛന് എന്നെ കാണുമ്പോൾ ഒരു അഭിമാനം ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. അപ്പൊ എനിക്കൊരു സന്തോഷം. പിന്നെ അതിനേക്കാളൊക്കെ അച്ഛൻ 1 കിലോമീറ്റർ അപ്പുറം ഉണ്ട് താനും അല്ലേ? ഇവിടെ തന്നെ ഇരിക്കാനും പറ്റുന്ന ഭയങ്കര ഭാഗ്യം തന്നെ. ശിവതയുടെ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഡാഷ് ആണ്. തമിഴിലായാലും മലയാളത്തിലായാലും ഏതെങ്കിലും ഒരു നല്ല പാട്ടുണ്ടാവും. ഇപ്പൊ ലക്ഷ്യത്തിലാണെങ്കിൽ കാറ്റ് വന്നു എന്നുള്ള പാട്ടുണ്ടായിരുന്നു. സുധീവാത്മികത്തില് കായാമ്പൂ ഉണ്ടായിരുന്നു. എന്തോ മൊഴിയുവാനുണ്ട്. അച്ചായൻസില് ഉണ്ണി പാടിയ ഒരു പാട്ടുണ്ടായിരുന്നു. ശിക്കാരി ശംഭുവില് മഴയിലെ പാട്ടുണ്ടായിരുന്നു. എല്ലാം കുറെ പാട്ടുകളുണ്ട്. ഇപ്പൊ തമിഴിലാണെങ്കിൽ സീറോയില് ഒരു പാട്ടുണ്ട്, ഉയരെ ഉയരന് ഞാൻ എന്ന് പറഞ്ഞിട്ട്. അത് വീണ കേട്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അനിരുദ്ധ് പാടിയ പാട്ടായിരുന്നു. പിന്നെ നെടുഞ്ചാലയില് എല്ലാ പടത്തിലും അതെ ഞാൻ ഇങ്ങനെ പറയും എന്തോ ആ ഒരു ആളുകളെ ശ്രദ്ധിക്കുന്ന ഒരു പാട്ട് ഉണ്ടാവുമല്ലേ. അങ്ങനെ ആകുമ്പോ ഒരു സന്തോഷ സമാധാനം. ഒരിക്കൽ കൂടി വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഡയറക്ടർ ഡാഷ് ആണ്. കുറെ പേരുണ്ട്. അത് ശരിയാ, പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതുവരെ വർക്ക് ചെയ്യാത്ത എന്നാൽ ചെയ്യണമെന്ന് ആഗ്രഹം അതും കുറെ പേരുണ്ട്. ലിസ്റ്റ് 1-2 പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ കുറെ പേര് പറയാലോ. ഇപ്പൊ മണി സാർ വർക്ക് ചെയ്യണം, ഗൗതം വാസുദേവൻ വർക്ക് ചെയ്യണം, മലയാളത്തിലാണെങ്കിൽ ഇഷ്ടംപോലെ. വേണ്ട മതി ഇത്ര മതി.
സ്വന്തമായി കേട്ട് ചിരിച്ച ഒരു റൂമർ ഡാഷ് ആണ്. എനിക്ക് ആരെയും ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നില്ല. ഒരു മീഡിയ ഞാൻ ആക്ച്വലി എൻ്റെ ഒരു പ്രിവ്യൂ കഴിഞ്ഞപ്പോൾ അന്ന് മോളും ഉണ്ടായിരുന്നു. അപ്പം ഇവളിങ്ങനെ എന്നെ ഞാനപ്പോൾ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ പിന്നെ വേറെ നിവർത്തിയില്ലായിരുന്നു, എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. 2 പേരൻസും ഉണ്ടായില്ല നോക്കാനായിട്ട്. അപ്പം ഞാൻ കൊണ്ടുപോയി. അപ്പൊ മുരളി ഉണ്ടായിരുന്നു. അപ്പൊ ഇവള് കൂടുതൽ അമ്മക്കുട്ടിയാണ്. അപ്പൊ എൻ്റെ അടുത്തോട്ട് വന്നോണ്ടിരിക്കും. അപ്പൊ ഞാൻ മുരളി ഒന്ന് അവസാനം ഞാൻ ഇവളെയും കൊണ്ട് അപ്പൊ ആ ടേണിങ്ങിൽ ലുലു മോളിന്റെ അവിടെ കണ്ടായിരുന്നു. അതെ, അവിടെ കണ്ടായിരുന്നു പോയി. അപ്പൊ ടേണിങ്ങിൽ മുരളി നിപ്പുണ്ട്. അപ്പൊ ഞാൻ കൊച്ചിനെ കൊണ്ട് അങ്ങനെ വിട്ട് ഞാനിങ്ങനെ തിരിച്ചു പോകുന്നു. അപ്പൊ ഇവിടെ തിരിച്ചു ഓടി എൻ്റെ അടുത്ത്. ഞാൻ അങ്ങോട്ട് പോ. അപ്പൊ അവിടെ മുരളി അവിടെ നിക്കണ്ടേ, എനിക്ക് കാണാം. അത് എടുക്കുന്ന ആംഗിളിൽ കാണൂല്ലല്ലോ കൊച്ചിനെ ശിവത അല്ലേ. അത് കണ്ടപ്പോ ഞാൻ ഓർത്ത് ഇത് എന്തുള്ളത്, അപ്പുറത്ത് ഒരാളെ നിപ്പുണ്ട്, ആ ക്യാമറ ഒന്ന് നിങ്ങൾ തിരിച്ചു കാണിച്ചോ. അങ്ങനെയൊക്കെ വരും. അല്ലാണ്ട് റൂമറായിട്ട് നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ഞാൻ ഒന്നും കേൾക്കാൻ പറ്റിയില്ല. ഞാൻ കുറച്ച് ശ്രമിക്കുകയും ചെയ്തു, എന്തെങ്കിലും കിട്ടോ. അല്ല, ഞാനിങ്ങനെ എന്തെങ്കിലും ശിവതയെ കുറിച്ച് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടാവും, ഏതെങ്കിലും ഓൺലൈൻ പ്രവർത്തകർ എഴുതിയിട്ടുണ്ടാവും ശ്രമിച്ചായിരുന്നു, ഒന്നും കിട്ടിയില്ല. ഇതുവരെ ഒന്നും കേട്ടിട്ടില്ല. എന്റെ സെലിബ്രിറ്റി ക്രഷ് ഡാഷ് ആണ്. മാധവന് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. ഒരു കാലഘട്ടത്തിൽ എല്ലാ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കലയിപ്പായത് അങ്ങ് ഇതായിരുന്നില്ല. അപ്പൊ എനിക്ക് ആ ബൈക്ക് ഓടിച്ച് പോകുമല്ലോ. പക്ഷെ ഞാൻ പുള്ളിയുടെ ബൈക്കിന്റെ പുറകെ പോയിരുന്നപ്പോ എനിക്ക് ആഗ്രഹം മാറി. മാറ പറഞ്ഞ സിനിമ ചെയ്തു, മലയാളത്തിലെ ചാർലിയുടെ റീമേക്ക്. അപ്പൊ അതിനകത്ത് മാഡിയുടെ ബാക്കിൽ ഇരുന്നിട്ട് 2 വീലറിലിരുന്ന് പോകും. അതിന്റെ ഒരു പാട്ട് വന്നു കഴിഞ്ഞപ്പോ എന്നെ വിളിക്കാത്ത ഫ്രണ്ട്സ് ഇല്ല. കാരണം അവർക്കൊക്കെ അറിയായിരുന്നു എനിക്ക് ഭയങ്കര വേറെ ലെവൽ മാനിഫെസ്റ്റേഷൻ. നീ അന്ന് കണ്ട സാധനമൊക്കെ അല്ലേ. നമ്മൾ അന്ന് കണ്ടിട്ട് പിന്നെ വിട്ടുപോയി, മറന്നുപോയി. പിന്നെ ബൈക്കിന്റെ പുറകെ കേട്ടപ്പോഴോ ഇങ്ങനെ സാധനം ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ പുള്ളി ഭയങ്കര അടിപൊളിയായിരുന്നു. കാരണം പുള്ളിക്ക് ബൈക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര മാഡാണ് പുള്ളി. പുള്ളി ബൈക്കിൽ പോകുമ്പോൾ നമ്മൾ ഇത്രയും വലിയൊരു ആക്ടർ, ഹിന്ദിയിലൊക്കെ ചെയ്തിരിക്കുന്ന ആക്ടർ, പക്ഷെ പുള്ളി എങ്ങനെ വെച്ചാൽ യു വാണ്ട് ഹൗൾ കം 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 ഹൗൾ എന്നിട്ട് 2 പുള്ളി ഭയങ്കര അടിപൊളിയായിരുന്നു. അത് നമ്മളിപ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് ട്രാവലായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ആൾക്കാർ മൊത്തം വണ്ടിയിൽ വരുന്ന സമയം കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പൊക്കോളാന്നുണ്ട്. പുള്ളി വണ്ടി എടുത്ത് അവിടെ കൊണ്ടു നിർത്തും, തിരിച്ചിങ്ങോട്ട് വരും. 2-3 റൗണ്ട്. അതാണ് ഈ പോകുന്ന വഴിയൊക്കെ ആൾക്കാർ മാധവൻ ഭയങ്കര രസമായിരുന്നു. അത് ഞാൻ എൻജോയ് ചെയ്തൊരു മൊമെന്റ് ആയിരുന്നു. ഭർത്താവിനോട് എത്ര പറഞ്ഞാലും അനുസരിക്കാത്ത ഒരു കാര്യം ഡാഷാണ്. അത് തിരിച്ചു ചോദിക്കണമായിരിക്കും വേദം, മുരളിയുടെ അടുത്ത് ചോദിക്കണമായിരിക്കും വേദം. അല്ല, എന്നാലും ഞാൻ ശിവത എത്ര പറഞ്ഞാലും നിങ്ങളോട് ഞാനിത് എത്ര തവണ പറഞ്ഞു എന്ന് പറയാറുള്ള ഒരു കാര്യം ഉണ്ടാവില്ലേ? കൊറേ ഒരു ചായ കുടിച്ച് അവിടെ വെച്ചിട്ട് പോരുത്, ആ തുണി ഒന്ന് മടക്കി വെക്കണം. പക്ഷെ ഒരു പോയിന്റ് ആയപ്പോ ഞാൻ തന്നെ ചെയ്യും. കാരണം എനിക്ക് ഇച്ചിരി വൃത്തിയുടെ ഒരു അസുഖം ഇച്ചിരി കൂടുതൽ. എന്നിട്ട് എന്നോട് കളിയാക്കും, ഇത് വല്ല തുണിക്കടയിലും പോയി നിന്നിരുന്നെങ്കിൽ, കാരണം ഈ ഷെൽഫൊക്കെ ഒതുക്കിയിരിക്കുമായിരിക്കും. എന്നാലും ഒരാഴ്ച കഴിയുമ്പോൾ ഒരു രസം അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് സെറ്റ്. തുണിക്കടയിൽ വല്ലയിടത്തും പോയി വല്ല പൈസയെങ്കിലും കിട്ടിയ സാലറി. അങ്ങനത്തെ കുറച്ച് വൃത്തിയുടെ കാര്യത്തില് കുറച്ച് അധികം പ്രശ്നമുള്ള ആളാണല്ലേ. അത് ഈ വീട് കണ്ടാലും അറിയാം കേട്ടോ. ഞാൻ ഇവിടെ വന്ന് ആദ്യം ചോദിച്ചത് ഈ വീട് ഉണ്ടാക്കിയിട്ട് എത്ര കാലമായെന്ന, 2 വർഷമായെന്ന് കേട്ടപ്പോ ഞെട്ടിപ്പോയി. ഇപ്പോഴും പുതിയ വീട് പോലെ തന്നെ ഇരിക്കുന്നു, കർട്ടൻ അടക്കം പുതിയതായിട്ടിരിക്കുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോ ഇവിടെ ആൾക്കാർ നിർത്തി കൂടെ നിന്ന് ഫുള്ള് ക്ലീൻ ചെയ്ത്. കാരണം എനിക്ക് നമ്മൾ ഷൂട്ടിന് പോകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ വീട് ഇങ്ങനെ തലകീഴായിട്ട് നിൽക്കുന്നു. അപ്പൊ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചക്ക് ഞാൻ ഒന്നും പണി ചെയ്യില്ല, ഈ അടുക്കലും പറക്കലും മാത്രം. എന്നിട്ട് അത് ഷൂട്ട് കഴിഞ്ഞ് വന്നേ തുടങ്ങും. ഞാനൊരു 6 മണിക്ക് എത്തണമെങ്കിൽ സാധാരണയായിട്ട് ചെയ്യാൻ ബാഗൊക്കെ ഒന്ന് ഒതുക്കി എവിടെ കിടന്ന് ഉറങ്ങുക എന്നുള്ളതാണ്. പറ്റില്ല അല്ലേ? അന്ന് എനിക്ക് ഹോട്ടൽ റൂമിലായാലും ശരി എന്നിട്ട് എന്നെ കളിയാക്കും എല്ലാവരും. വെറുതെ അല്ല, കൊച്ചമ്മ വരുന്നേന്ന് പറഞ്ഞുകൊണ്ട് സാർ അന്നപ്പോഴേ പറഞ്ഞു, കൊച്ചു മറ്റേ എന്തെങ്കിലുമൊക്കെ ടോയ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അയ്യോ അമ്മ വരുന്നേന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം പിറക്കിക്കൊണ്ട് ആള്. പക്ഷെ ആ ഒരു ഇതിലേക്ക് ആയി തുടങ്ങിയിട്ട്. കാരണം എനിക്ക് അറിയാം ഇപ്പൊ ആള് വന്നാലും കറക്റ്റ് സാധാരണ പിള്ളേരൊക്കെ യൂണിഫോം വലിച്ചിട ഇത് അങ്ങനെയൊന്നുമില്ല. ബാഗ് കൊണ്ട് കൃത്യമായിട്ട് സ്ഥലത്ത് വയ്ക്കും, കഴുകാനുള്ള പാത്രങ്ങൾ കൊണ്ടുവയ്ക്കും, പിന്നെ യൂണിഫോം ഒക്കെ ഒന്ന് മാറ്റി കൃത്യമായിട്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു പാവം കൊച്ചു 7 വയസ്സല്ലേ എന്തിനാ അതിനോട് പറയുന്നത്. പക്ഷെ പിന്നെ നമുക്ക് പറയില്ല, പറ്റില്ല. ഇന്റർവ്യൂവിൽ ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കാത്ത ഒരു ചോദ്യം ഡാഷാണ്. കല്യാണത്തിനെ കുറിച്ച് എവിടെ കണ്ടുന്നതിനെ കുറിച്ച് എനിക്കും പറഞ്ഞു മടുത്തു. കല്യാണം അതുകൊണ്ടാണ് പറഞ്ഞു മടുത്തത് കൊണ്ടാണ്. അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. കാരണം ഫാമിലി ഇതും കൊച്ചും എവിടെ ചെന്നാലും അത് മാത്രമേ ചോദിക്കാനുള്ളൂ. അപ്പൊ പിന്നെ അത് മാത്രം എനിക്ക്. അത് ശരിയാണല്ലേ, ഒരു ഫേസ് എത്തുമ്പോഴത്തേക്ക് എല്ലാവരും കൊച്ചിനെ കുറിച്ച് മാത്രം ചോദിക്കും. അതുവരെ കല്യാണം എപ്പോഴാ, കല്യാണ ചെക്കൻ എങ്ങനെ, അങ്ങനെ ചോദിക്കേണ്ട എനിക്ക് വന്നിട്ടില്ല. കാരണം ആത്മീകായപ്പോഴത്തേക്ക് എന്റെ കല്യാണം കഴിഞ്ഞു. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നുമല്ല. പക്ഷെ എല്ലാവരും എവിടെ വെച്ച് കണ്ടു, ഞാൻ പറഞ്ഞു കുറെ കൊല്ലേ 10 കൊല്ലായി, ഇനി എവിടെ വെച്ച് കണ്ടു എന്ന് എന്തിനാ ഞാൻ ഈ പറയണെന്ന് ചോദിക്കാം. അത് മാത്രമേ ഉള്ളൂ. നമ്മുടെ മനസ്സിലൊരു മോഹം ഉണ്ടാവില്ലേ? നമ്മൾ ഒരുപാട് സിനിമകൾ അഭിനയിച്ചാലും ഇങ്ങനെ ഒരു സിനിമ ചെയ്യണം എന്നൊക്കെ ഒരു മോഹം ഉണ്ടാവില്ലേ? എനിക്ക് ത്രൂ ഔട്ട് മൈ ലൈഫ്, എന്റെ ലാസ്റ്റ് ബ്രെത്ത് വരെ
എന്തെങ്കിലുമൊക്കെ ആയിട്ട് സിനിമ റിലേറ്റഡ് ആയിട്ട് നിൽക്കണം, കലയുമായിട്ട് ബന്ധപ്പെട്ട്, ഈവൻ ഇഫ് ഇറ്റ് ഇസ് നോട്ട് സിനിമ, കലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ എനിക്ക്. ആണ്. ഇപ്പൊ ഒരു ഭാവിയിൽ മോള് വന്ന് പറയണം അമ്മ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ സഹായിക്കോ അതോ അമ്മ പറയോ സ്വന്തമായിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്തോളൂ എന്നാണ് പറയുക? ഇല്ല, അഭിനയിച്ചോളാം പറയും. കാരണം എന്റെ അമ്മ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത്. കറക്റ്റ്. അച്ഛൻ നോന്ന് പറഞ്ഞപ്പോ അമ്മയെ നോന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എവിടെയും പോവില്ലായിരുന്നു, അവിടെ തന്നെ ഇരുന്നേനെ. അപ്പൊ അവൾക്ക് അതാണെങ്കിൽ, പക്ഷെ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, ഞാനൊരു ഡിഗ്രി എടുത്തിട്ടാണ് ഇതിലേക്ക് വന്നത്. സോ ആ ഒരു സാധനം മാത്രം, പഠിത്തം കോംപ്രമൈസ് ചെയ്തിട്ടല്ല, അതിൻ്റെ ഇടയ്ക്ക് പോയി ചെയ്യണമെങ്കിൽ ചെയ്തു. പക്ഷെ ഒരു ഡിഗ്രി എടുത്തിട്ട്, പ്രത്യേകിച്ച് എനിക്ക് ആ ഡിഗ്രി കൊണ്ട് ഗുണമൊന്നുമില്ല എന്നാലും, പക്ഷെ അതുകൊണ്ട് പറയാം, നമുക്ക് അങ്ങനെ ഭയങ്കര റാങ്കും അതൊന്നും വേണ്ട, എങ്ങനെ ജീവിക്കണം എന്നുള്ളത് പഠിക്കണം, അതാണ്. മോൾ അമ്മയുടെ സിനിമകൾ കാണാറുണ്ടോ? കാണാറുണ്ട്. ഇപ്പൊ തിയേറ്ററിൽ എല്ലാ പടങ്ങളും ഞാൻ കാണാൻ പോകുമ്പോൾ ആദ്യത്തെ ദിവസം ഒന്നും ഞാൻ ക്രൂഡ് കൂടെ പോകുമ്പോ ഇല്ല, പക്ഷെ അത് കഴിഞ്ഞ് വന്ന അവൾ എന്റെ കൂടെ വന്ന സിനിമ ക്രിട്ടിസൈസ് ചെയ്യും. ക്രിറ്റിസിസം ആണ്. എന്താ പറയുന്നത്? അമ്മ എന്ത് ചെയ്ത് ശരിയായില്ലെന്നാ പറയുന്നത്? ഇത്ര ക്രിട്ടിസൈസ് ചെയ്യാൻ. കറുപ്പില് ഒരു സീക്വൻസിൽ എന്തോ എന്റെ കൈ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, അമ്മയ്ക്ക് ആ കൈ എന്താ ചെയ്യണമെന്ന് അറിയാൻ പാടില്ലേ? അപ്പൊ ഞാൻ ശരിയാണ്, ആ ഒരു സമയത്ത് കയ്യിൽ പ്രോപ്പർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല, ഞാൻ എന്നിട്ട് ഇങ്ങനെ അപ്പൊ ഞാനത് ഇവിടെ ഇത്രയും നോട്ടീസ് ചെയ്യണ്ടോ? അങ്ങനെ നല്ലതാണെങ്കിലും പറയട്ടോ, അമ്മ നല്ലതാണെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് വിഷമം, എനിക്ക് അത് അറിയാം. കാരണം മേരിയ വാസനു ആ പടം കണ്ടിട്ടുണ്ടോ നിങ്ങളെന്ന് എനിക്കറിയില്ല. അതിനകത്തൊരു സീക്വൻസ്, ജേട്ടന്റെ അസുഖം വന്നിട്ടുള്ള ആ സമയത്ത് കുറച്ച് സീക്വൻസ് ഉണ്ട്, ലൈക്ക് എന്റെ മുഖത്തോട്ട് വെള്ളം എറിയുന്നതും അങ്ങനെ കുറച്ച് സീക്വൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇവളുടെ മുഖം അങ്ങ് മാറി. അന്ന് കണ്ടോണ്ടിരിക്കുകയാണോ കുഞ്ഞിന്റെ മുഖം മാറുന്നത്? അല്ല, കാരണം ഞാൻ ആ പടം ഓൾറെഡി 3-4 അപ്പൊ അവള് വന്ന് എനിക്കൊരു ഹഗ് വന്ന് കുറച്ചു നേരം അവിടെ ഇരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി. എന്നിട്ട് അത് പിന്നെ ഏതെങ്കിലും സിനിമയിൽ എനിക്ക് അത് വളരെ കൊച്ചായിരിക്കുമ്പോ, അത് 2.5 അത്രയുണ്ട്, 1-2 വയസ്സുള്ളപ്പോ. അപ്പൊ എന്നാ അവളെങ്ങനെയായിരുന്നു. പിന്നെ ഇപ്പോഴും ഇതുപോലെ എന്തെങ്കിലും എനിക്ക് വല്ല അസുഖങ്ങളോ പറ്റുക, ഇപ്പോഴാണ് എന്റെ പടങ്ങളൊക്കെ എടുത്ത് കാണുന്നത്. അപ്പൊ അതിനകത്ത് തന്നെ മൂക്കിലിടിക്കുന്നതും അങ്ങനത്തെ ഒരു വില്ലനായിട്ട് ചെയ്തതിലുണ്ട്. അപ്പൊ അമ്മയ്ക്ക് അന്ന് വേദന എടുത്തു, ഇത് റിയൽ ആയിരുന്നു അമ്മ ചോര, അങ്ങനെയൊക്കെ ചോദിക്കും. ചില സാധനങ്ങൾ വന്ന് വിഷമാകുമ്പോ അവൾ എന്നെ ഹഗ് ചെയ്ത് പിടിക്കും. ആണോ? അയ്യോടാ. ഇതേ സ്ഥാനത്ത് ഭർത്താവിന്റെ പ്രതികരണം എങ്ങനെയാണ്? അതതിനപ്പുറം ക്രിറ്റിസിസം. അതെ, ഭയങ്കര ക്രിറ്റിസിസം. എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് കൊറേ പറയും. ഈ അരുന്ധതി പറഞ്ഞ ഞാനപ്പോ ഓർത്ത്, ഇനി മുരളി പറഞ്ഞു കൊടുത്ത് ഇതൊക്കെ തന്നെ പറയും. താൻ എന്താണ് ഇങ്ങനെ, ആ കൈ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലേ? ഞാൻ പറയുന്നത് എന്റെ പുറത്തിടുന്നതിനേക്കാളും കൂടുതൽ ക്രിറ്റിസിസം വീട്ടില്ല. പക്ഷെ അതൊരു രീതിക്ക് നെക്സ്റ്റ് ടൈം നമ്മൾ അത് തെറ്റാവർത്തിക്കില്ല കേട്ടോ. നെക്സ്റ്റ് ടൈം അവിടെ പോയിരിക്കുമ്പോ ഹസ്ബൻഡിന്റെ മുഖം, മോളുടെ മുഖം, എന്റെ അമ്മയുടെ മുഖം ഞാൻ പറയും പുറത്തേക്ക് ഇറങ്ങണ്ട, എന്നെ ട്രോളി നശിപ്പിക്കാൻ എന്റെ വീട്ടിൽ തന്നെ ആൾക്കാരുണ്ടെന്ന്. അങ്ങനെ ഇവർക്ക് എല്ലാവർക്കും ഒരുപോലെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഏതായിരുന്നു? ഗരുഡൻ ഇഷ്ടമായിരുന്നു. എല്ലാവരും ഒരുപോലെ. സുധീവാത്മിക ഇഷ്ടമായിരുന്നു. ഒരു അടിച്ചുമാറ്റൽ റൗണ്ട് നടത്തട്ടെ ഞാനിപ്പോ? അങ്ങനെയല്ല, ഞാൻ അടിച്ചു മാറ്റി കൊണ്ടുവന്ന റൗണ്ടാ. ഒരുപാട് പേര് വളരെ വിജയിപ്പിച്ച ഒരു റൗണ്ടാണ്. ഓക്കെ, അപ്പൊ അടിച്ചുമാറ്റൽ റൗണ്ടിലേക്ക് സ്വാഗതം. രണ്ട് സിനിമകൾ, ശിക്കാരി ശംഭു, ജവാനും മുല്ലപ്പൂ, ഏത് സെലക്ട് ചെയ്യും? ശിക്കാരി ശംഭു. ഓക്കെ. ശിക്കാരി ശംഭു, ഇടി, ഏത് സെലക്ട് ചെയ്യും? ശിക്കാരി ശംഭു. ശിക്കാരി ശംഭു, ലിവിങ് ടുഗദർ. ലിവിങ് ടുഗദർ ആണ് ഫസ്റ്റ്, എന്നാലും ശിക്കാരി ശംഭു. ചേടാ, ശിക്കാരി ശംഭു, സുമതി വളവ്. ശിക്കാരി ശംഭു ഒബ്വിയസ്ലി. ശിക്കാരി ശംഭു, 12th മാൻ. അയ്യോ, ശിക്കാരി ശംഭു. വേറൊന്നല്ല കേട്ടോ, വേറൊന്നല്ല. എന്നെ ഇപ്പോഴും ചെല്ലുമ്പോ മലയാളത്തില് എന്നെ അറിയുന്ന, ഇപ്പോഴും കല്യാണി എന്ന് വിളിക്കും സുധീവാത്മികം. അത് കഴിഞ്ഞ എല്ലാരും പറയണ പുലി പുലിന്ന്. എന്റെ മോളവിടെ സ്കൂളിലൊക്കെ ചെന്ന് എന്റെ അമ്മ പുലിയാ, അപ്പൊ നമ്മള് പറയായിരിക്കും മറ്റേ പുലിയുടെ വേഷം ഇട്ടിട്ടെന്നാണ് പുള്ളിക്കാരി ഉദ്ദേശിച്ചത്. പക്ഷെ അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ശിക്കാരി ശംഭു കുറച്ചുകൂടെ ക്ലോസ് എന്ന് പറയുന്നത്. ശിക്കാരി ശംഭു 2018 പടമായിട്ട് നോക്കുകയാണെങ്കിൽ 2018 ആണോ? ഭയങ്കര ഇഷ്ടമായി. ഓ, അവിടെ എത്തി മാറി. 2018 ആനന്ദ് ശ്രീബാല. 2018 കറുപ്പ്. 2018 മേരി അവാസനോ. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള മേരി അവാസനോ ആണ്. അപ്പൊ മേരി അവാസനോ, സൂസു സുധീവാത്മികം. സുധീവാത്മികം. അങ്ങനെ നമ്മൾ ഫൈനലൈസ് ചെയ്തിരിക്കുകയാണ്. സുധീവാത്മികത്തോട് ഭയങ്കര ഒരു സ്നേഹമുണ്ടോ? ഞാൻ ആ സമയത്ത് സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ല. മീൻസ് ഉണ്ട്, എന്റെ ആരോ ഒരാൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എനിക്ക് ഇന്നില്ല. ഞാൻ ഞാൻ കൊറോണയുടെ സമയത്താണ് ഇൻസ്റ്റാ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ എനിക്ക് ഫേസ്ബുക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ അന്ന് സുധീവാത്മികം കഴിഞ്ഞിട്ട് ഒരൊറ്റ ഇന്റർവ്യൂ കൊടുത്തത്, സൂര്യക്ക് വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂ. വേറെ ഐ വാസ് സീൻ നോവർ ഇൻ ദ സീൻ, കാരണം ഞാൻ തമിഴ് പടം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിലോട്ട് പോയി, പിന്നെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. അപ്പൊ എനിക്ക് ഇപ്പോഴും അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കും, ദൈവമേ ആ പടം അത്രയും ഹിറ്റായിട്ട്
ഞാൻ എന്തുകൊണ്ട് അത് മിസ് ചെയ്തു എന്നിങ്ങനെ ആലോചിക്കും. പക്ഷെ ചില സമയത്ത് നമ്മള് ലാലേട്ടനൊക്കെ പറയുമല്ലോ, നമ്മൾ എന്ത് വന്നാലും അത്ര അധികം സന്തോഷിക്കാൻ അങ്ങനെ പക്ഷെ എന്നാലും ഉള്ളിൻ്റെ ഉണ്ട്. പക്ഷെ ആ സമയം കുറച്ചുകൂടെ എൻജോയ് ചെയ്യേണ്ടതായിരുന്നു. കാരണം ഇപ്പോഴത്തെ ഒരു ഇതല്ലല്ലോ, ആ ഒരു സമയത്ത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇത്രയും ഇതല്ല, ആക്റ്റീവ് അല്ല. അപ്പൊ അതൊന്നും ഞാൻ കുറച്ചും കൂടെ ആ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ആൾക്കാർ ഇത് ഇതേ എന്നൊക്കെ എനിക്കൊരു തോന്നൽ ഇടയ്ക്ക് വരാറുണ്ട്, ഉണ്ടാവാറുണ്ടല്ലേ. ഞാനൊരു സംശയം കിട്ടി, ഒരു സിനിമ എന്ന് പറഞ്ഞാൽ 2-3 മാസമൊക്കെ നമ്മളൊക്കെ മാറി നിൽക്കണ്ടേ? 7 വയസ്സുള്ള കുഞ്ഞെന്ന് പറയുമ്പോഴത്തേക്കും അമ്മേനെ എപ്പോഴും അടുത്ത് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രായമല്ലേ, ഇതെങ്ങനെയാ ഡീൽ ചെയ്യുന്നത്? ഞാൻ ആദ്യമായിട്ട് അവള് ഷൂട്ടിംഗ് കൊണ്ടുപോയത് എത്ര വയസ്സിലാന്ന് പറയും? 2.5 മാസം ഉള്ളപ്പോ. അത് ഊട്ടിയില് കൊടും തണുപ്പത്ത് ഈ മാരയുടെ ഷൂട്ടായിരുന്നു. ഈ കുഞ്ഞിനെ കൊണ്ടോ? പിന്നെ ഫസ്റ്റ് ഷൂട്ട് 2.5 monthsലായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഷൂട്ട് 5 months ആയപ്പോൾ അത് ഊട്ടിയിൽ വെച്ചിട്ട് മാഡി സാർ, മാധവൻ സാർ മാഡി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ശിവദ ദിസ് ഇസ് എ ടൈം യു ഷുഡ് എൻജോയ്. ഞാൻ ഐ എം എൻജോയിങ് വിത്ത്. കാരണം നമുക്ക് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം നമുക്ക് അറിയാതെ, പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ സോ ഹാപ്പി. അതുകൊണ്ട് കുഞ്ഞും ഹാപ്പി ആയിരുന്നു, പക്ഷെ കൂടെ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു ഫാമിലി ടൈം എൻജോയ് ചെയ്യാൻ വന്നതാണല്ലേ. പക്ഷെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത സമയമായിരുന്നു. അവളെ അത് കഴിഞ്ഞ് ഷൂട്ടിന് കൊണ്ടുവരുന്നു. പിന്നെ അമ്മയും വരുമായിരുന്നു, അമ്മയും മോളും കൂടെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് സ്കൂളിലായി കഴിഞ്ഞപ്പോഴാണ് അമ്മ ഒന്ന് റെസ്റ്റ് എടുത്ത്. ഞാനിപ്പോൾ ലാസ്റ്റ് ഒരു 2 years ആയിട്ടുള്ളൂ തന്നെ പോയി തുടങ്ങിയിട്ട്. ഇവളെ സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷമാണ് പോയി തുടങ്ങിയത്. ഇവക്ക് അറിയാം പോണ സമയത്ത് ഒരു ശിനുക്കുണ്ടാവും, പക്ഷെ പോയി കഴിയുമ്പോൾ അവള് മറ്റേ പഠിക്കണ്ട 10 ദിവസം സ്കൂളിൽ പോകണ്ട. പക്ഷെ എനിക്ക് അറിയാം അതും ഒത്തിരി ഇതല്ല. കാരണം അവളൊരു 4 days കഴിയുമ്പോഴത്തേക്കാണ് എനിക്ക് ദൈവാധീനം കൊണ്ട് ഇപ്പോൾ ഉള്ള ഷൂട്ട്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് മാക്സിമം നിന്നിട്ടുള്ള ഒരു 20 ദിവസമാണ് മാറി. ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഓടിപ്പോയി. ഇടയ്ക്ക് ഒരു ദിവസം ബ്രേക്ക് ഉണ്ടെങ്കിൽ ഞാൻ രാവിലെ വന്നിട്ട് വൈകിട്ട് പോകും. അപ്പം ഇവക്കൊരു പോയിന്റ് ടൈം എനിക്ക് അറിയാം മാക്സിമം കേട്ടോ. എൻ്റെ 2 parents ശരി, മുരളി ശരി, അവളത് അറിയിക്കാണ്ട് നോക്കും. പക്ഷെ എന്നാലും അമ്മ എന്ന് പറയുന്നത് അമ്മ തന്നെയാണ്. അതെ. അപ്പൊ അവക്കിപ്പോ നെക്സ്റ്റ് വീക്ക് ഞാൻ ഷൂട്ടിന് പോകുന്ന ഇപ്പഴേ അമ്മ ഷൂട്ടിന് പോവാണോ അമ്മ, പക്ഷെ അതിന്റെ പുറകിൽ എന്റെ ഓട്ടം എന്താണെന്നുള്ള അവള് കാണുന്നുണ്ട്. കാരണം ഇപ്പൊ തന്നെ അവക്കുള്ള യൂത്ത് ഫെസ്റ്റിവലിനുള്ള സാധനങ്ങളും അതും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോണേ. പക്ഷെ എന്നാലും നമ്മൾ ചില ഇമ്പോർട്ടന്റ് ഡേയ്സ് മിസ് ചെയ്യും. അപ്പൊ എനിക്കും സങ്കടമാണ്. പക്ഷെ ഷീ ഈസ് യൂസ്ഡ് ഇറ്റ്, ഷീ നോസ്. പക്ഷെ അവക്കും എന്താണെന്ന് വെച്ചാൽ എന്നെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ, ഇപ്പൊ സ്കൂളിൽ അവളുടെ ഗസ്റ്റ് ആയിട്ട് ഞാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ആൾക്കാർ വന്ന് എന്റെ ഫോട്ടോ, ഷീ അഡ്മയർസ് ഇറ്റ്. എനിക്കത് നന്നായിട്ടറിയാം. അപ്പൊ ഷീ ഈസ് ലൈക്ക്, നമ്മൾ അമ്മേനെ കാണുമ്പോൾ എല്ലാവർക്കും ആക്ടർ, ഇവിടെ ചോദിച്ച ചോദ്യമാണ്, അമ്മേനെ കാണുമ്പോൾ എല്ലാവരും ആക്ട്രസ് ആകുന്ന ഫോട്ടോ. എനിക്ക് പക്ഷെ അങ്ങനെ തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ നിന്റെ അമ്മയല്ലേ. പക്ഷെ യു ലവ് ഇറ്റ് അമ്മ. ഞാൻ പറഞ്ഞു ഐ ലവ് ഇറ്റ്. ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുന്നത് കാരണം അവരുടെ ഒരു സ്നേഹം കാണുമ്പോൾ ഞാൻ കാരണം അതിന് വേണ്ടിയിട്ട് ലോങ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ആൾക്കാർ ഇന്ന് അത് റെക്കഗ്നേഷന് വേണ്ടിയിട്ട് തന്നെ എനിക്ക് ആഗ്രഹമായിരുന്നു ഇങ്ങനെ ആൾക്കാർ ഒന്ന് അത് കണ്ടിട്ടോ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആരും വന്ന് ഫോട്ടോ എടുക്കണം പറഞ്ഞാൽ പറ്റില്ല, അങ്ങനെ ഞാൻ പറയാറില്ല. സന്തോഷമാണ്. പക്ഷെ ചില അവസ്ഥകളിൽ ഇച്ചിരി ഇത് തോന്നും. ഡെലിവറിയുടെ സമയത്തൊക്കെ വന്ന് ഡെലിവറി പെയിൻ ഒക്കെ എടുത്തിരിക്കുമ്പോൾ ഒരു ഫോട്ടോ, അങ്ങനത്തെ രസകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലേ. ഡെലിവറി പെയിൻ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരുന്ന് മറ്റേ വീൽ ചെയറിൽ പോകണം, ഒരു ഫോട്ടോ എടുത്തോണ്ട് അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളില്ല. അല്ലെങ്കിൽ ഐ എം കംപ്ലീറ്റ്ലി ഹാപ്പി. ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുന്നതിലും അവർ വന്ന് എന്നോട് സംസാരിക്കും, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. ഈ ആദ്യമായി കിട്ടിയ സാലറി എത്ര രൂപയായിരുന്നു ഓർമ്മയുണ്ടോ? 5000 രൂപ ഇത് കുഞ്ഞൊരു സാധനമായിരുന്നു. അത് കേട്ട വല്ലവരും പ്രൊഡക്ഷൻ ഫാസിൽ സാറിന്റെ പടമല്ലായിരുന്നു. ചെറിയ മറ്റേ ഇതൊക്കെ ചെയ്യുമ്പോൾ കിട്ടിയ സാധനം. പിന്നെ നമ്മുടെ വിജയ്ക്ക് കിട്ടിയ സാലറി അതല്ല, സിനിമയിലേക്ക് വന്നതിന് ശേഷം 5000 ആണ്. അതുകൊണ്ട് ആദ്യമായി ചെയ്ത കാര്യം എന്തായിരുന്നു? ഞാൻ അമ്മയ്ക്കും എനിക്കും ചേച്ചിക്കും അച്ഛനും എന്തൊക്കെയോ കുരു സാധനങ്ങൾ മേടിച്ചു കൊടുത്ത്, എന്താ മേടിച്ചു കൊടുത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. സ്ഥിരമായിട്ട് എല്ലാവരും ഡ്രസ്സ് വാങ്ങലാണ്. സാധനത്തിലേക്ക് പോയില്ലേ? ഇല്ല, ക്ലീശ സാധനമല്ല. ഞാൻ ചെയ്ത ഒരു കാര്യം പക്ഷെ അത് പറഞ്ഞത് വേണ്ട, അത് വേണ്ട. അല്ല, അതിപ്പോഴും ഉള്ളത്. ഒരു ചെറിയൊരു പോർഷൻ മാറ്റി വയ്ക്കും വേറെ ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട്. അത് ഇന്നുണ്ട്, അന്നും സ്റ്റാർട്ടിങ് മുതലേ ഉണ്ട്. പക്ഷെ നമ്മളിതൊക്കെ പറയണ ശിവ, എങ്കിലല്ലേ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാവുള്ളൂ. അല്ല, അത് ചിലപ്പോ എല്ലാവരും ചെയ്യുന്നത് നമ്മൾ പറയില്ലേ, അതന്നെ ഞാനിപ്പോ പറഞ്ഞ തെറ്റിപ്പോയ. അല്ല, അപ്പൊ അങ്ങനെ ഒരു സാധനമുണ്ട്. അപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പൊ അത് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ മേടിച്ചെങ്കിൽ ഓർമ്മയില്ല. ഇപ്പൊ നിലവിലിപ്പോ ചെയ്തോണ്ടിരിക്കുന്ന വർക്കുകൾ എന്താ? ഇപ്പൊ റിലീസ് ആവാൻ 2 പടങ്ങളുണ്ട്. ഒരെണ്ണം വെബ് സീരീസാ സോണിക്ക് വേണ്ടിയിട്ട്. അത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു വെബ് സീരീസ് ആണ്. അത് സത്യരാജ് സാറ്, നമ്മുടെ ഭാഗ്യരാജ് സാറ്, പിന്നെ ഐശ്വര്യ ലക്ഷ്മി, വലിയൊരു കാസ്റ്റാ. എന്നൊരു ഡിഫറെന്റ് ലുക്കിൽ ഞാൻ തന്നെ കണ്ടൊരു പടമാണ്. അത് വരുമ്പോ കാണാം. അല്ല, ഇപ്പൊ ഒരു 3-4 months റിലീസ്. അപ്പൊ അതുണ്ട്. പിന്നെ അതുകൂടാണ്ട് ധരണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടറുണ്ട്. അദ്ദേഹത്തിന്റെ 2nd മൂവിയാണിത്. പടത്തിന് പേരിട്ടിട്ടില്ല. അതിൽ ഭയങ്കര ഒരു പീരിയോഡിക് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതിന് മുമ്പ് ചെയ്ത പുള്ളി യാത്തസൈ എന്ന് പറഞ്ഞ പടം അവിടെ ക്രിട്ടിക്കലി ഭയങ്കര അക്ലെയിംഡ് ആയിരുന്നു. അപ്പൊ ഇതിനകത്ത് എനിക്ക്
ഒരു ഡയറക്ഷൻ്റെ ഒരു ടീമുണ്ട്, ഒരു 10 പേര്. അവരെന്നെ ആർട്ടും അവരെന്നെ എല്ലാ സാധനങ്ങളും അവരെ ചെയ്യുന്നത്. എന്ത് രസമായിട്ടാണ് എൻ്റെ ഔട്ട്കം വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ പോർഷൻസ് മാത്രമേ കണ്ടുള്ളൂ ഡബ് ചെയ്യാൻ. അപ്പൊ ഞാൻ എനിക്ക് കുറച്ചേ ഉള്ളെങ്കിൽ പോലും ഐ എം റിയലി എക്സ്പെക്ടിങ് ഫോർ ദറ്റ് മൂവി. അത് പറഞ്ഞുകൊണ്ട് പിന്നെ ഇപ്പോൾ എല്ലാവർക്കും എന്താ പറയണേ, എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ എപ്രസെന്റ് എല്ലാവരും ചോദിക്കുന്നത് പ്രേം സാറിന്റെ മൂവിയാണ് അടുത്തത് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫഹദിന്റെ കൂടെ. പ്രേം എന്ന് പറയുന്നത് 96 ഡയറക്ടർ. അപ്പോൾ ആ ഒരു പടം അതും ഭയങ്കര എനിക്ക് വർക്ക് ചെയ്തിട്ട് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരു ഡയറക്ടറാണ്. കാരണം ഹി സച്ച് എ നൈസ് പേഴ്സൺ. ആൻഡ് ഷാനു ഐ മീൻ ഫഹദിനെ പിന്നെ പറയണ്ടല്ലോ. ഞങ്ങൾ ചോദിക്കാനിരിക്കായിരുന്നു, അതായത് ഈ ഫഹദ് നമ്മള് പുറമേ കാണുന്ന ആ നാണം കുടുങ്ങി തന്നെയാണോ സെറ്റിൽ? ഈ സെറ്റിലല്ല, പടത്തിന്റെ പൂജയുടെ സമയത്ത് ഡയറക്ടർ അതെ ഷാനുവിനെ ഞാൻ ആക്ച്വലി ലിവിംഗ് ടുഗദറിന്റെ സമയത്ത് ഫാസിൽ സാറിന്റെ പടമായിരുന്നു. അപ്പൊ ഷാനു സെറ്റിലൊക്കെ വരും. അന്ന് കണ്ടിട്ട് പിന്നെ നേരിട്ട് കാണുന്നത് ഇപ്പോഴാണ്. ഞങ്ങളുടെ പടത്തിന്റെ ഞങ്ങൾ രണ്ടുപേരും പറയും വർഷം എത്ര കഴിഞ്ഞു? കുറച്ച് കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അന്ന് കണ്ടിട്ട് പിന്നെ കാണുന്നത് ഇപ്പോഴാന്നുള്ളത് നമ്മൾ പറഞ്ഞു. കാരണം അവാർഡ് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒരു ഗ്ലിംസ് കാണുന്നല്ലാണ്ട് വേറെ. പക്ഷെ എന്താ പറയണേ, രണ്ടുപേരും ഡയറക്ടർ ശരി ആക്ടറും ശരി രണ്ടുപേർക്ക് ഫോട്ടോ എന്നൊക്കെ പറയുമ്പോ ഡയറക്ടറും അതേപോലെ തന്നെ. പക്ഷെ കംഫർട്ടബിൾ ടു വർക്ക് വിത്ത് ഡയറക്ടർ പ്രേം സാറിനെ കുറിച്ച് പിന്നെ പറയേ വേണ്ട. അദ്ദേഹത്തിന് തന്നെ ഒരു വലിയൊരു ഫാൻ ബേസ് ഉണ്ട്. പാപ്പയ്ക്കുള്ള പോലെ തന്നെ പ്രേം സാറിനും ഉണ്ട്. കാരണം സാറിന്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ എല്ലാവരും എങ്ങനെയുണ്ട് അങ്ങനെ ചോദിക്കുന്നത്. കാരണം ആ പടത്തിന്റെ പൂജ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് എന്നെ വിളിച്ചേക്കുന്നത് അതിന് വേണ്ടിയിട്ടായിരുന്നു. പ്രേം സാറിന്റെ പടം ചെയ്യാണോ അങ്ങനെ ചോദിച്ചിട്ട്. അപ്പൊ ആ ഒരു പ്രൊജക്ട് ഉണ്ട്. പിന്നെ ഇപ്പൊ ഈ ആഴ്ച കവിന്റെ കൂടെ പ്രൊജക്ട് തമിഴിൽ സ്റ്റാർട്ട് ചെയ്യാണ്. അത് റാം എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറിന്റെ കൂടെ. അപ്പൊ ചുരുക്കം പറഞ്ഞ കയ്യിലുള്ളതെല്ലാം വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള എക്സ്പെക്ടിംഗ് ആയിട്ടുള്ള സാധനങ്ങളാണ് അല്ലേ? എനിക്ക് പ്രതീക്ഷയുള്ള കുറച്ച് സാധനങ്ങളാണ്. ഈ മനോഹരമായ വീട് എത്ര വർഷത്തെ ആഗ്രഹമായിരുന്നു? അത് പെട്ടെന്നുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു. സ്ഥലം മേടിച്ചു വെച്ചു. സ്ഥലം മേടിക്കണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ ഇങ്ങനെ ഷട്ടിലിംഗ് ആയിരുന്നു കേട്ടോ. അപ്പൊ എന്റെ ചെന്നൈയിൽ എല്ലാം റെന്റഡ് ആയിരുന്നു. ചെന്നൈ വീട്, എറണാകുളത്ത് ഒരെണ്ണം, പിന്നെ മുരളിയുടെ വീട്, അങ്കമാലിയിലെ വീട്, ഈ 4 സ്ഥലമായിട്ട് ചുറ്റില്ല. അപ്പൊ എവിടെയെങ്കിലും ഒന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ പാസ്പോർട്ട് ചെയ്ത് വീട്ടിൽ എൻ്റെ ആ ഡ്രസ്സ് ചെയ്ത് വീട്ടിൽ അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോ എന്നാ എവിടെയെങ്കിലും ചെന്നൈയിലായിരുന്നു. അപ്പൊ ഫ്ലാറ്റ് സിസ്റ്റത്തിൽ അച്ഛനും അമ്മയ്ക്കും വന്ന് നിൽക്കാൻ രണ്ടുപേർക്കും ബുദ്ധിമുട്ട്. കാരണം ഇവിടെ ചുറ്റുമുള്ള ആൾക്കാർ എല്ലാവരും അവിടെ ആണെങ്കിൽ ആരും കാണലുമില്ല. അപ്പൊ എനിക്ക് തോന്നി നമുക്ക് വേണ്ടി അവർ അത്രയും കോംപ്രമൈസ് ചെയ്തു. അവർക്ക് വേണ്ടി എന്തെങ്കിലും അങ്ങനെ നാട്ടിലേക്ക് സെറ്റിൽ ആവാന്ന് വെച്ചാൽ പെട്ടെന്ന് സ്ഥലം എല്ലാം റെഡിയായി. അത് മേടിച്ചു. എന്നാലും വീട് പിന്നെ കിട്ടാന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഷൂട്ട് നിൽക്കുമ്പോ ഇവിടെ നമുക്ക് വീട് കിട്ടിയല്ലോ, ഒരു പ്ലാൻ ഞാൻ അയക്കാൻ ഒന്നും. അപ്പൊ വീട് കിട്ടുന്നത് ഇവിടെ അല്ലെങ്കിൽ തന്നെ മൊത്തം ലോണ. പക്ഷെ ഈ പറയില്ല എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ടെന്ന് പറഞ്ഞതല്ലേ. ഒരു കൊല്ലം എടുത്തില്ല, അത്രേ ഉള്ളൂ. ഒരു സെപ്റ്റംബറിൽ കല്ലിട്ടു. ഡിസംബർ ആയി പണി തുടങ്ങിയപ്പോ. സെപ്റ്റംബറിൽ കല്ലിട്ടതേ ഉള്ളൂ. കാരണം ഞങ്ങൾ രണ്ട് വഴിക്കായിരുന്നു. ഡിസംബറിൽ തുടങ്ങി. നെക്സ്റ്റ് ജാൻ ആയപ്പോഴത്തേക്കും ഞങ്ങൾ കയറി. അത് ശരി, ഒരു വർഷം ഹാർഡ്ലി. ഞങ്ങളുടെ ഫ്രണ്ട്സ് തന്നെയായിരുന്നു, ഡിക്കാസ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ മുരളിയുടെ ഫ്രണ്ട്സ് തന്നെയാണ്. അവര് ആ ഗ്രൂപ്പായിരുന്നു ചെയ്ത് അവര്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ക്വിക്ക് ആയിട്ട് ചെയ്തു. ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പിയാണ്. നമ്മൾ ആഗ്രഹിച്ച വീട്, നമ്മൾ ആഗ്രഹിച്ച കുഞ്ഞ് ലൈഫ്, സിനിമകൾ എങ്ങനെ പോണു. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഇതിനും കൂടെ ലൈഫിനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടാണ് ഞാനിപ്പോ ഹാപ്പി ആയിട്ടിരിക്കണം തോന്നുന്നു. മേ ബി സിനിമ മാത്രം ചെയ്തെങ്കിൽ എനിക്ക് ചിലപ്പോൾ സിനിമയില്ലല്ലോ. ഞാൻ ആ സമയത്ത് ഇപ്പൊ സിനിമയില്ലെങ്കിൽ ഇവിടെ നോക്കാൻ ഈ ഒരു സാധനം കൊച്ചും ഒക്കെ കിടക്കണം. അപ്പൊ ഐ എം ബാലൻസിങ് ഇറ്റ്. എന്റെ ലൈഫ്, എന്റെ ഡാൻസ്, യോഗ, സിനിമ എല്ലാം കൂടെ ലൈഫ് ബാലൻസ് ചെയ്ത് പോകും. അതാണോ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? വേറെ ചോദിക്കോ? സ്കിപ്പ്. എന്നോട് പ്രത്യേകിച്ച് ആരൊക്കെ പറഞ്ഞു വിട്ടിരുന്നു സ്കിൻ കെയർ റുട്ടീനോട് ചോദിച്ചിട്ട് അവസാനം യൂട്യൂബ് ചാനൽ കണ്ടത് അല്ല. ഒരു സാധനം കേട്ടോ, വേറെ ഒന്നുമില്ല. ഒരേ പ്രോഡക്റ്റ് ഞാൻ പറഞ്ഞില്ലേ 2012 എനിക്ക് ഫേസിന് ഇഷ്യൂ ഉണ്ടായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഉപയോഗിക്കുന്ന 3 സെയിം സാധനങ്ങൾ. ഒരു ഫേസ് വാഷ്, ഒരു മോയ്സ്ചറൈസർ, ഒരു സൺസ്ക്രീൻ. ഇത് തന്നെയാണ് അന്ന് മുതൽ ഇന്ന് വരെ ഉപയോഗിച്ചുകൊണ്ട്. അവർക്ക് ഞാൻ ഫ്രീ പ്രൊമോഷൻ കൊടുക്കൂല. അതെന്റെ യൂട്യൂബ് ചാനൽ കിടപ്പുണ്ട്. അതുകൊണ്ടോ? അത് കാണണമെങ്കിൽ ശിവദ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഉപയോഗിക്കുന്ന സ്ഥലം ഇത് തന്നെയാണ്. വേറെ ഒന്നുമില്ല. കാരണം എനിക്ക് ഇപ്പൊ ഈ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അലർജി ആവും. അപ്പൊ എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സമയത്ത് പോലും ഞാൻ ഡോക്ടേഴ്സിനെ പോയി കണ്ട് എനിക്ക് ഒരു ക്ലീനപ്പ് ചെയ്യാന്നല്ലാണ്ട് അതിനപ്പുറത്തേക്ക് എന്റെ മുഖത്ത് ഒരു മേക്കപ്പ് ഇച്ചിരി കൂടുതൽ ഇട്ടാൽ പോലും എനിക്ക് എന്റെ സാധനങ്ങൾ ഇട്ടില്ലെങ്കിൽ എനിക്ക് പിറ്റേ ദിവസം ഇങ്ങനെ തുടങ്ങും. എനിക്ക് എരിച്ചിലും പുകച്ചിലും ഒക്കെ തുടങ്ങും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണേ ഇത് നാച്ചുറൽ ബ്യൂട്ടിയാണ്. അല്ല, ഇതിപ്പോ മേക്കപ്പ് ഇട്ടുണ്ട്. ലിപ്സ്റ്റിക് ഒക്കെ ഇതൊക്കെ മേക്കപ്പ് ഇട്ടുണ്ട്. പക്ഷെ ഇത് കഴിഞ്ഞാൽ എന്റേതായിട്ടുള്ള ഭീകര പ്രൊഡക്ട്സ് ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ മേടിച്ചു കൂട്ടാൻ ഭയങ്കര ടെംപ്റ്റേഷനാണ്. ഒരു നൈക്ക മറ്റേ സെയിൽ എന്നൊക്കെ പറയുമ്പോൾ മേടിച്ചു കൂട്ടും. ഒരു തവണ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഓരോ കുരുക്കളും മറ്റേ അലർജി ഒക്കെ വരുമ്പോൾ അത് അങ്ങനെ എടുത്ത് വല്ല കൊടുത്തു. ഇതന്നെ പോണത് കുറെ കാലങ്ങളായിട്ട് അങ്ങനെ. എന്തായാലും അങ്ങനെ വളരെ സന്തോഷത്തോടെ തന്നെ മുന്നോട്ട് പോട്ടെ. ഒരുപാട് പുതിയ സിനിമകൾ വരുന്നു. തമിഴിലേക്കും തെലുങ്കിലേക്കും ഒക്കെ പോവുകയാണ്. മലയാളത്തിൽ നല്ല നല്ല പ്രൊജക്ടുകൾ വരട്ടെ. ഇഷ്ടമുള്ള പ്രൊജക്ടുകൾ ചെയ്യാൻ സാധിക്കട്ടെ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ശിവദ, ആൻഡ് താങ്ക് യു സോ മച്ച്. 15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ.
Neetu's Study Abroad.